السلام عليكم ورحمة الله. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة. أعوذ بالله من الشيطان الرجيم. ولا تصل على أحد منهم مات أبدا ولا تقم على قبره إنهم كفروا بالله ورسوله വമാതു വഹും ഫാസിഖൂൻ. ആദരണീയരായ സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മളിവിടെ നടത്തുന്ന ഈ സംസാരവും ഇതിൻ്റെ സംഘാടനവും ഇവിടെ നമ്മൾ ഒരുമിച്ച് കൂടിയതുമൊക്കെ നാളെ പരലോകത്ത് നന്മയുടെ മീസാനിൽ കനം തൂങ്ങുന്നൊരമലായി അള്ളാഹു നമ്മളിൽ നിന്ന് ഖബൂൽ ചെയ്യട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. ഇതൊരു വൈജ്ഞാനിക സദസ്സാണ്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിൻ്റെ ചരിത്രത്തിൽ കാണാം, ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സ്വപ്നം കണ്ടു. അവിടത്തേക്ക് പാല് ലഭിച്ചു. ആ പാല് മനസ്സ് കുളിർക്കുവോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുടിക്കുകയും എന്നിട്ട് കൂടെയുള്ളവർക്ക് വിതരണം ചെയ്യാൻ ആരംഭിക്കുകയും ചെയ്തപ്പോൾ ആദ്യമേ നൽകിയത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് വിശദീകരിച്ചപ്പോൾ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ ചോദിച്ചു, അല്ലാഹുവിൻ്റെ റസൂലേ, എന്താണ് അങ്ങ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ ആദ്യമേ പരിഗണിക്കാനുണ്ടായ കാരണം? അവിടുന്ന് നൽകിയ മറുപടി അദ്ദേഹത്തിൻ്റെ ജ്ഞാനമായിരുന്നു എന്നാണ്. അദ്ദേഹത്തിൻ്റെ സമകാലികരായ ആളുകൾ പറയുന്നുണ്ട്, വിജ്ഞാനത്തിൻ്റെ 10-9 നൽകപ്പെട്ട ഒരു വ്യക്തിത്വമായിരുന്നു ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിൻ്റെ ചരിത്രമാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മളിവിടെ സംസാരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ ചരിത്രം വിശദീകരിച്ച് സംസാരിച്ചത് ബഹുമാനനായ ഡോക്ടർ അൻവർ സാദത്ത് അവർകളാണ്. അദ്ദേഹം ഒരു ചരിത്രാധ്യാപകനാണ്. വിനീതനായ ഞാൻ ഒരു ചരിത്ര വിദ്യാർത്ഥിയാണ്. ഒരുപക്ഷെ ഇസ്ലാമിക ചരിത്ര വായനയിൽ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രത്തോളം വായിക്കപ്പെട്ട ചരിത്രങ്ങൾ കുറവായിരിക്കും. ഒരു ഇതിഹാസ പുരുഷൻ എന്ന് വിശേഷിപ്പിക്കാമെങ്കിൽ അങ്ങനെ വിശേഷിപ്പിക്കാവുന്ന ഒരു വ്യക്തിത്വമാണ് അദ്ദേഹത്തിൻ്റേത്. ഭരണം നന്നാക്കണമെന്ന് ആഗ്രഹിച്ച ഭരണാധികാരികളൊക്കെയും ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രം വായിച്ചിട്ടുണ്ടാകും എന്നാണ് എൻ്റെ വിചാരം. അബൂ ഹഫ്സ് ഉമർ ബിൻ ഖത്താബ് അൽ അദവിയു അൽ ഖുറശി എന്നാണ് അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര്. അബൂ ഹഫ്സ് എന്നത് അദ്ദേഹത്തിൻ്റെ കുനിയത്താണ്. ചിലപ്പോൾ അറബികൾ അങ്ങനെയാണ് വിളിക്കുക. മാതാപിതാക്കളെ മക്കളിലേക്ക് ചേർത്തും മക്കളെ പിതാവിലേക്ക് ചേർത്തുമൊക്കെയാണ് അവർ വിളിക്കാറുള്ളത്. അബൂ ഹഫ്സ് ഉമർ ബിൻ ഖത്താബ് അൽ അദവിയു അൽ ഖുറശി
അൽ ഫാറൂഖ് എന്നത് അദ്ദേഹത്തിൻ്റെ ഒരു ലഖബാണ്, ഒരു സ്ഥാനപ്പേരാണ്. അത് നൽകുന്നത് അള്ളാഹുവിൻ്റെ റസൂലാണ്. ഖുലഫാഉർ റാഷിദീങ്ങളിൽ രണ്ടാമത്തെ ഖലീഫയാണ് അദ്ദേഹം. ആദ്യമായി അമീറുൽ മുഅ്മിനീൻ എന്ന് വിളിക്കപ്പെട്ടത് അദ്ദേഹമാണ്. അശറത്തുൽ മുബശ്ശിരീൻ, സ്വർഗം വാഗ്ദാനം ചെയ്യപ്പെട്ട, സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട 10 സഹാബിമാരിൽ ഒരാളാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ആനക്കലാഹ വർഷം 13-ാം കൊല്ലമാണ് അദ്ദേഹം ജനിച്ചത് എന്നാണ് ഒരു കണക്ക് പ്രകാരം. നുബുവത്തിൻ്റെ 5-ാം വർഷമോ 6-ാം വർഷമോ ആണ് അദ്ദേഹം ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത്. അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് ഇസ്ലാമിക സാമ്രാജ്യം അനുസ്യൂതം വളരുകയുണ്ടായി. ഇറാഖ്, മിസ്ർ, ലിബിയ, ഷാം, പേർഷ്യ, ഖുറാസാൻ, അർമീനിയ, സിജിസ്ഥാൻ, ഖുദുസ്, ബൈത്തുൽ മുഖദ്ദസ് ഉൾക്കൊള്ളുന്ന ഷാം, ഇതെല്ലാം മുസ്ലിങ്ങളുടെ കൈവശം വരുന്നത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്താണ്. ഇന്നും മക്കയിൽ ജബലു ഉമർ എന്ന് പറയുന്ന ഒരു ഏരിയ കാണാം. ആ മലയടിവാരത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ വീട് സ്ഥിതി ചെയ്തിരുന്നത്. മക്കയിലെ ആട്ടിടയനായി, കച്ചവടക്കാരനായി, മൽപ്പിടുത്തം ഒരു വിനോദമായി കണ്ട ഒരു വ്യക്തിത്വം. മുസാറഅത്ത് എന്നാണ് അറബിയിൽ അതിന് ഉപയോഗിച്ചിട്ടുള്ള ഒരു പ്രയോഗം. ആ കാലഘട്ടത്തിലെ വലിയ മല്ലയോദ്ധാക്കളെ അദ്ദേഹം പരാജയപ്പെടുത്തിയിരുന്നു എന്ന് കാണാം. പക്ഷെ ഒരു തവണ അദ്ദേഹം ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു അൻഹുവിൻ്റെ മുമ്പിൽ പരാജയപ്പെട്ടു എന്നും ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. രണ്ടുപേരും ഇസ്ലാമിക ചരിത്രത്തിലെ നക്ഷത്രങ്ങളാണ്. കുതിരപ്പന്തയവും സവാരിയും, കുതിര സവാരിയും അദ്ദേഹത്തിൻ്റെ ഇഷ്ടവിനോദങ്ങളായിരുന്നു. ഒക്കാള ചന്തയിലെ പോക്കിരിയായിട്ടാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം വികസിച്ചു വരുന്നത്. പക്ഷേ അറബികളും തൊട്ടടുത്ത ഗോത്രങ്ങളും, അല്ലെങ്കിൽ ഖുറൈശികളും തൊട്ടടുത്ത ഗോത്രങ്ങളും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഒരു അംബാസഡർ എന്ന നിലയ്ക്ക് നിയോഗിക്കപ്പെട്ടിരുന്നത് പലപ്പോഴും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു പ്രാർത്ഥനയിൽ കാണാം, അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ ബി അഹദിൽ ഉമറൈൻ, അല്ലാഹുവേ രണ്ടാലൊരു ഉമറിനെ കൊണ്ട് നീ ഇസ്ലാമിനെ ശക്തിപ്പെടുത്തണമേ. ഇസ്ലാം ഏറ്റവും ദരിദ്രമായി ആരംഭിച്ച ഒരു കാലഘട്ടത്തിൽ, ചുറ്റുപാടുള്ള മനുഷ്യരാൽ റാഞ്ചിയെടുക്കപ്പെടാനുള്ള എല്ലാ സാധ്യതയും നിലനിൽക്കുന്ന ഒരു കാലത്ത്, പണക്കാരോ ഭരണകൂടങ്ങളോ സഹായിക്കാനില്ലാത്തൊരു സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സ് നൊന്ത് പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥനയാണത്. ആ പ്രാർത്ഥന ഫലിച്ചത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാര്യത്തിലാണ്. രണ്ടാലൊരു ഉമർ എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിച്ചത് ഒന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെയും രണ്ടാമത്തത് അംർ ഇബ്നുൽ ഹിഷാം എന്ന് പറയുന്ന പിൽക്കാലത്ത് അബുൽ ഹക്കം എന്നും അബൂ ജാഹിൽ എന്നും പേര് നൽകപ്പെട്ട ആ വ്യക്തിത്വവുമായിരുന്നു. എന്താണ് അംർ ഇബ്നുൽ ഹിഷാമിൻ്റെ പ്രശ്നം? ഈ പ്രാർത്ഥന അദ്ദേഹത്തിന് ഗുണം ചെയ്യാതെ പോയതിൻ്റെ കാര്യം എന്താണ്? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് ഹിദായത്ത് ലഭിക്കാൻ, പ്രവാചകരുടെ പ്രാർത്ഥന പ്രകാരം ഹിദായത്ത് ലഭിക്കാനുള്ള കാരണം എന്താണ് എന്ന് പരിശോധിക്കുന്നത് ചില സംശയങ്ങൾക്ക് നമുക്ക് ആശ്വാസം നൽകുന്ന ഉത്തരമായി മാറും. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് പ്രതിപത്തി ഉണ്ടായിരുന്നത്, ചായ്വുണ്ടായിരുന്നത് സത്യത്തോടാണ്. ആ സത്യം ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ തൻ്റെ കുടുംബം എവിടെ നിൽക്കുന്നു, തൻ്റെ ഗോത്രം എവിടെ നിൽക്കുന്നു, നാട് എവിടെ നിൽക്കുന്നു എന്ന് അദ്ദേഹം പരിശോധിക്കാറില്ല. ആ സത്യത്തിൻ്റെ കൂടെ ധീരമായി അദ്ദേഹം ഉറച്ചു നിൽക്കും. അബൂജഹലിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പ്രതിപത്തി, സത്യത്തോടുള്ള കൂറ് ഈ പറഞ്ഞ വിധത്തിൽ ഉണ്ടായിരുന്നില്ല. അദ്ദേഹം തൻ്റെ കുടുംബത്തെ, നാട്ടുകാരെ, ഗോത്രങ്ങളെ, അതുപോലെ തന്നെ ചുറ്റുപാടുള്ള മനുഷ്യരുടെ ചായ്വിനെ ഒക്കെ പരിഗണിച്ചുകൊണ്ടാണ് നിലപാട് സ്വീകരിക്കാറുണ്ടായിരുന്നത്. അതുകൊണ്ട് അബുൽ ഹക്കം എന്ന സ്ഥാനപ്പേരുണ്ടായിരുന്ന
ആ വ്യക്തി പിന്നീട് സത്യത്തെ നിരാകരിച്ചതിൻ്റെ പേരിൽ അബൂജഹലായി മാറുകയുണ്ടായി. എന്താ അബുൽ ഹക്കം എന്ന് പറഞ്ഞാൽ ഹിക്മത്തിൻ്റെ ഉടയവൻ എന്നാണ്. നന്നായി സദസ്സുകളിൽ അഭിപ്രായം പറയുന്ന, അഭിപ്രായങ്ങളിൽ അബദ്ധങ്ങളില്ലാത്ത വിധം, എല്ലാവർക്കും ബോധ്യപ്പെടുന്ന വിധം, മറിച്ച് മറ്റൊരു അഭിപ്രായം വരാൻ സാധ്യതയില്ലാത്ത വിധം അഭിപ്രായം പറയാൻ സാധിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു അബുൽ ഹക്കമെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ബുദ്ധിയും വിവരവും അഭിപ്രായ സുബദ്ധതയും സത്യത്തിൻ്റെ കൂടെ നിൽക്കാൻ അദ്ദേഹത്തിന് സഹായകമായില്ല എന്നതാണ് രണ്ടുപേരും തമ്മിലുള്ള വ്യത്യാസം. രാമരാജ്യത്തെക്കുറിച്ച് സ്വപ്നം കണ്ടിരുന്ന ഗാന്ധിജി, അദ്ദേഹത്തിൻ്റെ സ്വപ്നത്തിൽ രാമരാജ്യമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഇന്ത്യ സ്വതന്ത്രമായാൽ ഉമറിൻ്റെ ഭരണം വരണം എന്ന് അദ്ദേഹം ആഗ്രഹിച്ചിട്ടുണ്ട്. നീതി പുലരുന്ന, പ്രജകളെ ഒരുപോലെ കാണുന്ന, പാവപ്പെട്ടവന്റെ സ്ഥിതിഗതികൾ അന്വേഷിച്ച് പരിഹാരം കാണുന്ന ശക്തമായ ഒരു ഭരണം ലോകത്ത് സ്ഥാപിച്ചുകൊണ്ടാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കടന്നുപോയത് എന്ന് നമുക്ക് കാണാം. ഒരു തീവ്ര നിലപാടുകാരനായിരുന്നു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഇസ്ലാമിന് മുമ്പ് വിട്ടുവീഴ്ച എന്ന് പറയുന്ന ഒരു രീതി ഉണ്ടായിരുന്നില്ല. ഇസ്ലാമിൻ്റെ തുടക്കത്തിൽ കഠിന ശത്രുക്കളുടെ പക്ഷത്തായിരുന്നു ഉമർ ഇബ്നുൽ ഖത്താബ് ഉണ്ടായിരുന്നത്. കാരണം അദ്ദേഹത്തിന് ഈ വെളിച്ചം കിട്ടിയിട്ടില്ല. ആ വെളിച്ചത്തിൻ്റെ മെസ്സേജ് കാര്യമായൊന്നും അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ശത്രുപക്ഷത്തായിരുന്നു അദ്ദേഹം നിലകൊണ്ടത്. ഒരു ദിവസം ഉച്ചക്ക് നല്ല ചൂടുള്ള സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വകവരുത്താൻ ഉദ്ദേശിച്ചുകൊണ്ട് വാളും ഊരിപ്പിടിച്ച് ദാറുൽ അർഖമിലേക്ക് പോകുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ നുഐം ഇബ്നു അബ്ദുള്ള വഴിതിരിച്ചു വിടുകയാണ്. എന്താ നിന്റെ പുറപ്പാടിൻ്റെ താല്പര്യം? ഞാൻ പറഞ്ഞു, ഖുറൈശികൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന, കുടുംബങ്ങളെ തകർക്കുന്ന, നമ്മുടെ ദൈവങ്ങളെ ചീത്ത പറയുന്ന, നമ്മുടെ പാരമ്പര്യങ്ങളെ ചോദ്യം ചെയ്യുന്ന മുഹമ്മദിനെ വകവരുത്തണം. എങ്കിൽ നീ ആദ്യം നന്നാക്കേണ്ടത് നിന്റെ കുടുംബത്തെയാണ്. അതാരാ? നിന്റെ പെങ്ങൾ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്, നിന്റെ അളിയൻ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്. അപ്പൊ ഇസ്ലാമിന്റെ ശത്രുപക്ഷത്ത് നിൽക്കുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് ഈ വാർത്ത ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റിയില്ല. ഞാൻ ഈ പറയുന്ന ചരിത്രത്തിൽ ചില ളുഅഫുകൾ ആരോപിച്ച പണ്ഡിതന്മാരുണ്ട് കേട്ടോ. ഒരു ഇതിഹാസ കഥാപാത്രം എന്ന നിലയ്ക്ക് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിന്റെ ചരിത്രം നമ്മൾ പറയുമ്പോൾ ഒരുപക്ഷെ പിൽക്കാലത്ത് അതിനോട് ചേർത്ത് പല കഥകളും ഉണ്ടാക്കിയിട്ടുണ്ടാവാം. അതൊക്കെ അറബി ഭാഷയിലും അല്ലാത്ത ഭാഷയിലുമൊക്കെ ഈ ചരിത്രത്തിലേക്ക് കയറി കൂടിയത് കൊണ്ട് നമുക്കതിൻ്റെ നെല്ലും പതിരും വേർതിരിക്കുന്നതിൽ ചില പ്രയാസങ്ങളുണ്ട്. പക്ഷെ നമ്മുടെ അഖീദയെയോ നമ്മുടെ വിശ്വാസത്തെയോ നമ്മുടെ ആചാരങ്ങളെയോ വിശ്വാസകാര്യങ്ങളെയോ ബാധിക്കാത്ത വിഷയങ്ങളായതുകൊണ്ട് നമുക്ക് വലിയൊരു പ്രയാസമില്ലാതെ പറഞ്ഞു പോകാം എന്ന് വിചാരിക്കുന്നു. പങ്ങടെ വീട്ടിലേക്ക് ഫാത്തിമ ബിൻത്ത് ഖത്താബ്, പങ്ങടെ വീട്ടിലേക്ക് അതേ വാളുമായി അദ്ദേഹം തിരിച്ചു വരികയാണ്. നിന്റെ വീട്ടുകാരെ നന്നാക്കിയിട്ട് മതി മുഹമ്മദിന്റെ നേരെ വാളെടുക്കാൻ എന്നാണല്ലോ നുഐം പറഞ്ഞത്. നേരെ പങ്ങടെ വീട്ടിലേക്ക് വരുമ്പോൾ പങ്ങളും മളിയനും ഖബ്ബാബ് ഇബ്നുൽ അറത്ത് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ ഖുർആൻ പഠിക്കുകയാണ്. ഓരോ വീട്ടിലും, വിശ്വാസത്തിലേക്ക് കടന്നു വന്ന ഓരോ വീട്ടിലും സ്വകാര്യമായി നിരന്തരമായ പഠനങ്ങളും ചർച്ചകളും നടക്കുകയാണ്. ആരും സഹായിക്കാനില്ലാത്ത ആദ്യകാലത്ത് അസ്സാബിഖൂൻ അസ്സാബിഖൂൻ എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നില്ലേ? ആ ആദ്യമകാലത്ത് സ്വകാര്യമായി തൻ്റെ വിശ്വാസത്തെ ക്രമീകരിച്ച് ജീവിതത്തെ വിശുദ്ധീകരിച്ച് കിട്ടുന്ന സമയങ്ങളൊക്കെയും ഖുർആൻ പഠിക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്തിയവരായിരുന്നു അവർ. ആ സമയത്താണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കടന്നു വരുന്നത്. അദ്ദേഹം വാതിൽ മുട്ടിവിളിച്ചു, തുറന്നു വാതിനകത്തേക്ക് കയറി അലിയനെ പിടിച്ചു. ഖബ്ബാബ് ഇബ്നുൽ അറത്ത് വേഗം കിട്ടാവുന്ന സ്ഥലത്ത് ഒളിച്ച് രക്ഷയ്ക്കുള്ള വഴി തേടുകയായിരുന്നു. നീ ഇസ്ലാം സ്വീകരിച്ചു എന്ന് കേട്ടു. അതിന് സഈദ് ഇബ്നു സെയ്ദ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ അളിയൻ നൽകിയ ഉത്തരം, ഉമറേ, സത്യം നീ നിൽക്കുന്ന പക്ഷത്തല്ലെങ്കിലോ, സത്യം നീ നിൽക്കുന്ന പക്ഷത്തല്ലെങ്കിലോ ഞാൻ സത്യത്തിന്റെ കൂടെയല്ലേ നിൽക്കേണ്ടത്? ഏത് ദുർബലനായ മനുഷ്യനും സത്യത്തിന്റെ കൂടെ നിൽക്കുമ്പോൾ ശക്തനായി മാറണം.
നമുക്ക് എവിടെയെങ്കിലും ദുർബലത തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ സത്യത്തിൻ്റെ കൂടെ നിൽക്കുന്നതിൽ പരാജയപ്പെട്ടു എന്ന് വേണം വിചാരിക്കാൻ. വിശ്വാസി നേര് പറയുന്നവനും നേരിൻ്റെ കൂടെ നിൽക്കേണ്ടവനും നേരിനു വേണ്ടി ജിഹാദ് ചെയ്യേണ്ടവനുമാണ്. അലിയന്റെ ഈ ഒരു വാക്ക് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ പ്രകോപിപ്പിച്ചു. അദ്ദേഹം കയറി കൈകാര്യം ചെയ്തു. പങ്ങളും അദ്ദേഹത്തെ പോലെ ധീരയായിരുന്നു. അവർ ആ സമയത്ത് തൻ്റെ ഭർത്താവിനെ, തൻ്റെ ആങ്ങള ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മർദ്ദിക്കുന്നത് കണ്ടപ്പോൾ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറഞ്ഞ് ആങ്ങളയെ നേരിടുന്നുണ്ട്. കാരണം ആ പങ്ങളും ഉമറിൻ്റെ പങ്ങളാണല്ലോ, ആ ധീരത അവർക്കും ഉണ്ടാവുമല്ലോ. പങ്ങൾക്കും അടികിട്ടി. അവിടെ മുഖത്ത് നിന്ന് ചോര വാർന്ന് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സ് പതറാണ്. പങ്ങളുടെ ഈ വാക്കുകൂടെ അള്ളാഹുവിൻ്റെ ശത്രു എന്ന് വിളിച്ചിട്ടാണ് ആങ്ങളെ അവർ കൈകാര്യം ചെയ്തത്. അള്ളാഹുവിൻ്റെ ശത്രു എന്ന് വിളിച്ചിട്ട് അത് അദ്ദേഹത്തിനൊരു ഇടുത്തി പോലെയായിരുന്നു. തൻ്റെ പങ്ങൾ തന്നോട് എതിർത്ത് നിൽക്കുന്നു. അങ്ങനെ എതിർത്ത് നിൽക്കാനുള്ള ഈ കരുത്ത് ഇതുവരെ ഈ പങ്ങൾ കാണിച്ചിട്ടില്ല. അങ്ങനെ എതിർത്ത് നിൽക്കാനുള്ള കരുത്ത് ഇതുവരെ അളിയനും കാണിച്ചിട്ടില്ല. ഈ ദുർബലാവസ്ഥയിലും എന്നോട് എതിര് പറയാനുള്ള കരുത്ത് എവിടെ നിന്ന് ലഭിച്ചു എന്ന് ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ പതർച്ചയുടെ കാരണമായിട്ടുണ്ടാവാം. അദ്ദേഹം തടുത്തു. അദ്ദേഹം ചോദിച്ചു, നിങ്ങൾ ഇതുവരെയും ചർച്ച ചെയ്തിരുന്ന വിഷയങ്ങൾ എന്തൊക്കെയാണ്? നിങ്ങളെന്തോ പാരായണം ചെയ്യുന്നത് കേട്ടല്ലോ, അത് എന്നെ ഒന്ന് കാണിക്കാമോ? അദ്ദേഹം പറഞ്ഞു, നീ ശുദ്ധിയില്ലാത്തവനാണ്. പങ്ങൾ പറയാണ് ആങ്ങളയോട്, നീ ശുദ്ധിയില്ലാത്തവനാണ്, നീ മുശ്രിക്കാണ്. ഇന്നമൽ മുശ്രിക്കുന നജസുൻ എന്നല്ലേ ഖുർആൻ പറയുന്നത്? നീ വൃത്തികെട്ടവനാണ്. അതുകൊണ്ട് ആ ഏടുകൾ നിന്റെ കൈവശം തരണമെങ്കിൽ നീ പോയിട്ട് കുളിച്ച് ശുദ്ധി വരുത്തിയിട്ട് വരണം എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് പറയാണ്. അദ്ദേഹം പോയിട്ട് കുളിച്ചു വരികയാണ്. താടിരോമങ്ങളിലൂടെ വെള്ളം ഇറ്റി വീഴുന്നുണ്ട്. പങ്ങൾ നൽകിയ ഏട് അദ്ദേഹം വായിക്കാണ്. സൂറത്ത് ത്വാഹയുടെ ആദ്യ ഭാഗം. ത്വാഹ മാ അൻസൽനാ അലൈക്കൽ ഖുർആന ലിതശ്ഖാ ഇല്ലാ തദ്കിറതൻ ലിമൻ യഖ്ശാ തൻസീലൻ മിമ്മൻ ഖലഖൽ അർദ വസ്സമാവാതിൽ ഉലാ അർറഹ്മാനു അലൽ അർശി ഇസ്തവാ ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദി വമാ ബൈനഹുമാ വമാ തഹ്തസ് സറാ. ഒരു അറബിയാണല്ലോ, പഴയ ഒരു കവി കൂടെയാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. പഴയൊരു സാഹിത്യകാരൻ കൂടെയാണ്. അദ്ദേഹത്തിന് ഈ വാചകം നന്നായിട്ട് ബോധിച്ചു. അദ്ദേഹം പാടാറുണ്ടായിരുന്ന കവിതകളുമായി ഇതിന് യാതൊരു ബന്ധവുമില്ല, അതിന് ആശയങ്ങളുമായിട്ട് ഇതിന് യാതൊരു ബന്ധവുമില്ല. ഇത് അങ്ങ് ആകാശ ലോകത്ത് നിന്ന് അവതരിപ്പിക്കപ്പെട്ടതാണ് എന്ന് കേട്ട മാത്രയിൽ അദ്ദേഹത്തിന് ബോധ്യപ്പെടുകയും അദ്ദേഹം ഇസ്ലാമിലേക്ക് കടന്നു വരികയും ചെയ്തു. അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുന്നതിൻ്റെ അല്പം മുമ്പായിട്ടാണ് ഹംസത്ത് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് കടന്നു വന്നത്. അവർ ദാറുൽ അർഖമിലാണുള്ളത്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം ദാറുൽ അർഖമിലേക്ക് കയറി ചെല്ലുകയാണ്. അപ്പോൾ അവർ ദൂരെ നിന്ന് കാണുന്നുണ്ട് ഉമറിൻ്റെ വരവ്. എന്താണ് ഉദ്ദേശം എന്നറിയില്ലല്ലോ, അല്പം ബേജാർ എല്ലാവരുടെയും ഉള്ളിലുണ്ട്. ഹംസത്ത് ബിൻ അബ്ദുൽ മുത്തലിബ് പറഞ്ഞു, ഉമർ നല്ലതിനാണ് വരുന്നതെങ്കിൽ ഉമറിനെ നല്ല നിലയിൽ നമ്മൾ സ്വീകരിക്കും. ദുരുദ്ദേശമാണ് ഉമറിന്റെ വരവിന്റെ പിന്നിലെങ്കിൽ അങ്ങനെ തന്നെ നമ്മൾ ഉമറിനെ കൈകാര്യം ചെയ്യും. അവർ ഉമറിനെ സ്വീകരിച്ചു, പ്രശ്നങ്ങളൊന്നുമില്ല. പ്രവാചകനെ കണ്ടപാടെ അദ്ദേഹം ഷഹാദത്ത് കലിമ ആവർത്തിക്കുകയും വല്ലാത്ത കുളിരുള്ള ആവേശഭരിതമായ ഒരു സാഹചര്യം അവർക്കിടയിൽ ഉണ്ടാവുകയും ചെയ്തു. വിശുദ്ധ ഖുർആനിന്റെ ഒരായത്ത് ഇത് സംബന്ധമായി ഇറങ്ങിയത് നമുക്ക് കാണാൻ സാധിക്കും. അള്ളാഹു പറയണ്, ഇനി മുഹമ്മദേ, നിനക്ക് അള്ളാഹും നിന്നിൽ വിശ്വസിച്ച വിശ്വാസികളും മതി. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് കടന്നു വന്നതോടുകൂടി, അതിന് തൊട്ടു മുമ്പായി ഹംസത്ത് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് വരികയും ചെയ്തതോടുകൂടി ഒരു ഉൾക്കരുത്ത് വിശ്വാസികൾക്കുണ്ടായി. അള്ളാഹ് പറയാണ്, ഇനി നിങ്ങൾക്ക് അള്ളാഹുവും നിങ്ങളെ പിൻപറ്റുന്ന വിശ്വാസികളും മതി, പേടിക്കണ്ട. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിയോട് ചോദിക്കുന്നുണ്ട്, അള്ളാഹുവിന്റെ പ്രവാചകരെ, നമ്മൾ സത്യമല്ലേ ജനങ്ങളോട് പറയുന്നത്? ആണ്. ഈ സത്യം അള്ളാഹുവിൽ നിന്നുള്ളതല്ലേ? ആണ്. എങ്കിൽ നമ്മൾ എന്തിന് രഹസ്യമാക്കി വെക്കണം? നമുക്കിത് പരസ്യമായി തന്നെ പറയണം, പരസ്യമായി തന്നെ സമൂഹത്തോട് പറയണം എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ധൈര്യപ്പെടുത്തുകയും സഹാബത്തിന് പിൻബലം നൽകുകയും ചെയ്തുകൊണ്ട്
അവർ ആദ്യമായി മക്കയുടെ കുന്നിൻ പ്രദേശങ്ങളിലൂടെ താഴ്വാരങ്ങളിലൂടെ ഒരു പ്രകടനം നടത്തി. 2 വരിയായിട്ട്. ചരിത്രത്തിൽ കാണാം, അതൊരു രാത്രിയിലായിരുന്നു ആ പന്തം കൊളത്തി പ്രകടനം ഉണ്ടായത്. ഒരു ലൈനിന്റെ മുമ്പിൽ ഹംസത്ത് ബിൻ അബ്ദുൽ മുത്തലിബ്, മറ്റൊരു ഭാഗത്ത് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഞങ്ങൾ വളരുന്നു എന്ന് കാണിക്കലായിരുന്നു ആ പ്രകടനത്തിന്റെ. അതൊരു പ്രകടനമാണ്. പ്രകടനം ഇസ്ലാമിൽ ചിലപ്പോഴൊക്കെ അനുവദിക്കപ്പെട്ടതാണ്. ആർക്ക്? ഒരു സംഘത്തിന്, ഒരു സമൂഹത്തിന്, വ്യക്തിക്കല്ല. വ്യക്തിക്ക് പ്രകടനപരത പറ്റൂല. അയാൾ ചെയ്യുന്ന നന്മകൾ വിളിച്ചു പറയാൻ പാടില്ല. വളരെ അത്യാവശ്യമായി മറ്റുള്ളവർക്ക് പ്രോത്സാഹനമാകും എന്ന സന്ദർഭത്തിലായിരിക്കും വേണമെങ്കിൽ അങ്ങനെ ചെയ്യാമെന്നല്ലാതെ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പ്രകടനപരത പാടില്ലാത്തതാണ്. പക്ഷെ ഒരു സംഘത്തിന് ചിലപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരുമെന്ന് ഇസ്ലാമിക ചരിത്രത്തിൽ ഇത് വെച്ചുകൊണ്ട് പണ്ഡിതന്മാർ നമ്മളോട് പറയുന്നുണ്ട്. പിന്നീട് അദ്ദേഹം ഒരു 6 വർഷത്തോളം, അദ്ദേഹത്തിൻ്റെ 27ാമത്തെ വയസ്സിലാണ് അദ്ദേഹം ഇസ്ലാമിലേക്ക് കടന്നു വന്നത് എന്ന് കാണാം. അപ്പോഴേക്കും ഒരു 6 വർഷം കഴിഞ്ഞുപോയി അദ്ദേഹത്തിന്. അത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരു വലിയ നഷ്ടമായി അദ്ദേഹത്തിന് തോന്നുകയും പിന്നീട് ദീനി ദഅവത്ത് രംഗത്ത് തന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെയും ആവേഗത്തോടെ, ആവേശത്തോടെ ശക്തമായി അദ്ദേഹം നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഓരോ തെരുവിൽ ചെല്ലുമ്പോഴും അദ്ദേഹം ഷഹാദത്ത് കലിമ ആവർത്തിക്കുകയാണ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറഞ്ഞ് അദ്ദേഹം ഈ ഷഹാദത്ത് കലിമ അങ്ങനെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. നമ്മൾ ചരിത്രത്തിലേക്ക് തിരിച്ചു പോകുമ്പോൾ, ഇസ്ലാമിക വളർച്ചയുമായി ബന്ധപ്പെട്ട പാഠങ്ങൾ പഠിക്കുമ്പോൾ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ സാന്നിധ്യവും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളും ഇസ്ലാമിൻ്റെ വളർച്ചയ്ക്ക് വലിയ താങ്ങും തണലുമായി മാറിയിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ ആമുഖമായി ഇതൊരു കൃത്യമായ ക്രമത്തിലല്ല ഞാൻ വിശദീകരിച്ചു പോകുന്നത്. ചരിത്ര ഗ്രന്ഥങ്ങളിൽ ആ ഒരു രീതി സ്വീകരിക്കുന്നിടത്ത് പരാജയപ്പെട്ടു എന്നാണ് എൻ്റെ വായനയിൽ എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് അതനുസരിച്ചുള്ള ഒരു പ്രതിപാദനത്തിലുള്ള ഇടകലർന്നുള്ള ഒരു പ്രതിപാദന രീതി കടന്നു വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്തുണ്ടായ സന്ദർഭത്തിൽ അറിയപ്പെട്ട മുനാഫിഖ്, കപടവിശ്വാസി അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സുലൂൽ മരണപ്പെട്ട സന്ദർഭത്തിൽ അവിടുന്ന് മയ്യത്ത് നമസ്കാരത്തിന് നേതൃത്വം നൽകി. അത് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് ഒട്ടും അംഗീകരിക്കാൻ പറ്റിയില്ല. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ നിന്ന് തടസ്സം സൃഷ്ടിച്ചു. പ്രവാചകരെ നിസ്കരിക്കരുതെന്ന് പറഞ്ഞു. അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമറെ, ഞാൻ അള്ളാഹുവിൻ്റെ പ്രവാചകനാണ്, ഇങ്ങോട്ട് മാറി നിൽക്ക് എന്ന് പറഞ്ഞ് അരിശം കാണിച്ചപ്പോഴാണ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു മാറി നിന്നത്. പക്ഷേ പിന്നീട് വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെടുകയും ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ആ നിലപാടിനെ അംഗീകരിക്കുകയും ചെയ്തു. വലാ തുസല്ലി അലാ അഹദിൻ മിൻഹും മാത അബദ. കപടവിശ്വാസികളിൽ നിന്ന് ആരൊക്കെ മരിച്ചോ അവർക്ക് വേണ്ടി ഇനി നമസ്കരിച്ചുകൂടാ. വലാ തഖും അലാ ഖബരി. അവിടെ ഖബറിന്റെ അടുക്കൽ ചെന്ന് നിൽക്കേണ്ടതുമില്ല, തസ്ബീത്ത് നടത്തേണ്ടതുമില്ല. ഇന്നഹും കഫറു ബില്ലാഹി വറസൂലി. അവർ അള്ളാഹുനെയും അള്ളാഹുവിൻ്റെ റസൂലിനെയും നിഷേധിച്ചവരാണ്. വമാതു വഹും ഫാസിഖൂൻ. തമ്മാടികളായി മരണപ്പെട്ടവരുമാണ്. അതുകൊണ്ട് ഇനി നിസ്കരിക്കരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമക്ക് വഹി ഇറങ്ങി. അതിനുശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ അത്തരം ആളുകളുടെ മയ്യിത്ത് നമസ്കാരത്തിന് നേതൃത്വം നൽകിയിട്ടില്ല. അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫ എന്ന് പറയുന്ന സഹാബിമാരുടെ കൂട്ടത്തിൽ വിശ്വസ്തൻ എന്ന് പറഞ്ഞാൽ രഹസ്യങ്ങൾ സൂക്ഷിക്കാൻ കഴിവുള്ള ഒരു വ്യക്തിത്വമായിരുന്നു. രഹസ്യങ്ങൾ കാത്തു സൂക്ഷിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിത്വമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുനാഫിഖുകളുടെ പേര് അദ്ദേഹത്തിൻ്റെ പക്കലാണ് ഏൽപ്പിച്ചിരുന്നത്. പുറത്തു പറയരുതെന്നും പറഞ്ഞു. ആരൊക്കെ ചോദിച്ചിട്ടും അദ്ദേഹം പറഞ്ഞിട്ടുമില്ല. അതുകൊണ്ട് തന്നെ ആ കൂട്ടത്തിൽ വിശ്വാസികളുടെ കൂടെ നമസ്കരിക്കാൻ വരുന്ന, പടപ്പുറപ്പാടുണ്ടാകുമ്പോൾ കൂട്ടത്തിൽ പുറപ്പെടുന്ന, പിന്നീട് മാറി നിൽക്കുന്ന, അതിൻ്റെ പേരിലൊന്നും നമുക്ക് ഒരു നിലപാട് സ്വീകരിക്കാൻ കഴിയാത്ത വിധം കാപ്പട്യം കാണിച്ച ഈ ആളുകളുടെ കാര്യത്തിൽ എന്താ ഇനി ചെയ്യാം? അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫ ആരൊക്കെയാണോ മദീനത്ത് മരണപ്പെട്ടത്, ആ സന്ദർഭത്തിൽ അബ്ദുല്ലാഹി ഇബ്നു ഹുദാഫ റളിയല്ലാഹു അൻഹു മയ്യിത്ത് നമസ്കാരത്തിൽ പങ്കെടുക്കുന്നുണ്ടോ ഇല്ലേ എന്ന് നോക്കിയിട്ടായിരുന്നു ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പിന്നീട് നമസ്കാരം നിർവഹിച്ചിരുന്നത് എന്ന് ചരിത്രത്തിൽ കാണാം. എന്ന് പറഞ്ഞാൽ ഒരു സംഗതി അദ്ദേഹത്തിനോട് ബോധ്യപ്പെട്ടാൽ അവിടെ നിൽക്കും. പിന്നെ ആന കുത്തിയാലും ഇളകൂല. ആ നിൽക്കുന്നിടത്ത് നിന്ന് അദ്ദേഹം ഇളകൂല. ഉക്കാല ചന്തയിലെ പോക്കിരിയായിരുന്ന ഉമർ ഇസ്ലാം സ്വീകരിച്ചപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് വിശ്വാസികളായ നമ്മൾ ഒന്നിങ്ങനെ ആവർത്തിച്ചോർക്കണം. കേവലം അതുവരെ ആരാധിച്ചിരുന്ന എല്ലാ
ദൈവങ്ങളെ കൈയൊഴിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നും പറഞ്ഞ് ഇസ്ലാമിലേക്ക് കടന്നു വന്ന ഉമർ, അദ്ദേഹത്തിന്റെ സ്വഭാവം മാറിയോ? അദ്ദേഹത്തിന്റെ രഹസ്യ ജീവിതം മാറിയോ? അദ്ദേഹത്തിന് പരസ്യ ജീവിതം മാറിയോ? അവിടങ്ങളിലൊക്കെ അദ്ദേഹം പഴയ ഉമറായി തന്നെയാണോ നിലകൊണ്ടത്? നമുക്കിടയിൽ മുമ്പൊരു ചർച്ചയുണ്ടായിരുന്നു. തൗഹീദല്ല ഈമാൻ. നിങ്ങൾ ഓർക്കുന്നുണ്ടാവും അല്ലേ? വലിയ ചർച്ചയും വിവാദവും ഉണ്ടായി. ലേഖനം എഴുതിയ ആള് തൗഹീദ് ഈമാനിൽപ്പെട്ടതല്ല എന്നൊരിക്കലും ആലോചിച്ചിട്ടില്ല. പക്ഷേ തലയല്ല ശരീരം എന്ന് പറയുന്നത് പോലെ, തലയല്ല ശരീരം എന്ന് പറയുന്നത് പോലെ ഒരു പ്രയോഗമാണത്. ശരീരത്തിൽ അനേകം അവയവങ്ങളുണ്ട്. ഈമാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് തൊട്ട് ഏറ്റവും അവസാനം ഇമാത്തത്തുൽ അദാ അനി ത്വരീഖ് എന്ന് പറയുന്ന അതുവരെ ഉള്ള 70 ചില്ലാനം ശാഖകളുള്ള ഈമാൻ, തൗഹീദാണ് ഏറ്റവും മുകളിൽ. അവിടെ നിന്ന് താഴേക്ക് മനുഷ്യന്റെ ജീവിതത്തെ മുഴുവൻ ഒന്നാകെ സംസ്കരിക്കുന്ന, ഒന്നാകെ മറിച്ചിടുന്ന ഒരു ദീനാണ് ഇസ്ലാം. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തിൽ ഈ മാറ്റം എല്ലാ രംഗത്തും നമുക്ക് കാണാൻ സാധിക്കും. അഹങ്കാരിയായിരുന്ന ഉമർ വിനയാന്വിതനായി മാറി. മറ്റുള്ളവരെ കരയിപ്പിച്ച ഉമർ ആവർത്തിച്ചാവർത്തിച്ച് കരയാൻ തുടങ്ങി. വിതുമ്പി വിതുമ്പി അദ്ദേഹത്തിന്റെ കണ്ണുനീർ ഒഴുകിയിട്ട് കവിളിലൂടെ കണ്ണുനീർ ഒഴുകിയിരുന്ന അടയാളമുണ്ടായിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാം. അത് അപൂർവം സംഭവിക്കുന്നൊരു കാര്യമാണ്. നമ്മൾ എത്ര കരഞ്ഞാലും എത്ര കണ്ണുനീർ ഒഴുക്കിയാലും നമ്മുടെ കവിളിലൊന്നും പാട് വരില്ല. പക്ഷെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിന്റെ കവിളുകളിൽ കരഞ്ഞതിന്റെ പാടുണ്ടായിരുന്നു എന്ന് കാണാൻ സാധിക്കും. എന്താണ് അദ്ദേഹത്തിനുണ്ടായ മാറ്റം? ഈ മാറ്റത്തെയാണ് നമ്മൾ ഇസ്ലാം എന്ന് പറയുന്നത്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഈ മാറ്റത്തെയാണ് നമ്മൾ ഇസ്ലാം എന്ന് പറയുന്നത്. മദീനയിൽ അറാബികളായ ചില ആളുകൾ വന്നിട്ട് ആമന്ന എന്ന് പറഞ്ഞല്ലോ. റസൂലുള്ളാഹി സ്വീകരിച്ചു, വഹി ഇറങ്ങി. അവരോട് പറഞ്ഞേക്ക് പ്രവാചകരെ, ലം തുഅ്മിനു, നിങ്ങൾ വിശ്വാസികളായിട്ടില്ല, വലാകിൻ ഖൂലു അസ്ലംന, നിങ്ങൾക്ക് പറയാൻ പറ്റുന്നത് ഞങ്ങൾ ഇസ്ലാമായി എന്നാണ്. എന്ന് പറഞ്ഞാൽ ഒരു വ്യവസ്ഥയെ അംഗീകരിച്ചു. രാജ്യത്ത് വളർന്നു വരുന്ന ഒരു വ്യവസ്ഥയെ അംഗീകരിച്ച് അതിന്റെ നിയമങ്ങൾക്കനുസരിച്ച് ഞങ്ങൾ ജീവിച്ചോളാം എന്ന് പറയാമെന്നല്ലാതെ ഈമാൻ നിങ്ങളുടെ ഉള്ളിലേക്ക് പ്രവേശിച്ചിട്ടില്ല. അങ്ങനെ ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരു മനുഷ്യന് അകവും പുറവും മാറും. ഉള്ളിക്കാണ് കയറിയാൽ അകവും പുറവും മാറും. നമ്മൾ വെറുതെ പറഞ്ഞു പോകുന്നതല്ലോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിന്റെ ചരിത്രം. ഇതൊക്കെയാണ് അദ്ദേഹം നമുക്ക് നൽകുന്ന പാഠങ്ങൾ. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഓരോ സന്ദർഭത്തിലും നമുക്ക് അത് കാണാൻ സാധിക്കും. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിമാർ ഒന്നടങ്കം അബൂബക്കർ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹും അലി റളിയല്ലാഹു അൻഹും ഒക്കെ ഉള്ള ഒരു സംഘത്തോടായി പറഞ്ഞു, എൻ്റെ കാലശേഷം യമനിൽ നിന്ന് ഒരു സംഘം മദീനയിൽ വരും. അവിടെ കൂട്ടത്തിൽ ഒരു ചെറുപ്പക്കാരനുണ്ട്. എന്നെ കാണാതെ അള്ളാഹുവിന്റെ ദീനിലേക്ക് കടന്നു വന്ന വ്യക്തിയാണ് അദ്ദേഹം. മാതാവിനെ അങ്ങേയറ്റം സ്നേഹിക്കുകയും മാതാവിന് സേവനം ചെയ്യുന്നതിൽ ഔത്സുക്യം കാണിക്കുകയും ചെയ്തിരുന്ന ഒരു മകൻ എന്നെ കാണണമെന്ന ആഗ്രഹത്തോടു കൂടി ഉമ്മയോട് അനുവാദം ചോദിക്കുന്നുണ്ട്. ഉമ്മ, ഞാനൊന്ന് മദീനത്ത് പോയി വരട്ടെ. അപ്പോൾ ഉമ്മ ഒരു ദിവസം പറഞ്ഞു കൊടുത്തു. ഈ ദിവസത്തിനുള്ളിൽ ഉമ്മാൻ്റെ കുട്ടിക്ക് മദീനത്ത് പോയിട്ട് തിരിച്ചു വരാൻ പറ്റുമെങ്കിൽ നീ പോകുന്നതിന് ഉമ്മാർക്ക് പ്രത്യേകിച്ച് വിരോധമൊന്നുമില്ല. അപ്പം അദ്ദേഹം അങ്ങനെ ആലോചിക്കുകയാണ്, ഈ പറഞ്ഞ ദിവസം കൊണ്ട് എനിക്ക് മദീനത്ത് പോയിട്ട് റസൂലിനെ കണ്ട് തിരിച്ചെത്താൻ പറ്റുമോ? പറ്റില്ല എന്ന് കണ്ടപ്പോൾ അദ്ദേഹം യാത്ര ഒഴിവാക്കി. ആർക്ക് വേണ്ടി? തൻ്റെ മാതാവിന് വേണ്ടി. അതുകൊണ്ട് റസൂൽ പറയാണ്, ആ സഹാബി എന്നെ കാണാതെ ഇസ്ലാമിലേക്ക് കടന്നു വന്ന, പ്രവാചകനെ കാണാതെ സഹാബിയായി മാറിയ അദ്ദേഹം എന്തൊരു കാര്യം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നുവോ ആവശ്യപ്പെടുന്നുവോ ആ കാര്യം അള്ളാഹു അദ്ദേഹത്തിന് സാധിപ്പിച്ചു കൊടുക്കും. അതുകൊണ്ട് ഉമറെ, ഞാൻ പോയതിനു ശേഷം ആ വ്യക്തിയെ നിങ്ങൾ അന്വേഷിക്കുക. കണ്ടുമുട്ടിയാൽ, കാണാൻ സാധിച്ചാൽ അദ്ദേഹത്തോട് നിങ്ങൾക്ക് വേണ്ടി ഇസ്തിഗ്ഫാറത്ത് നടത്തിക്കണം എന്ന് പറഞ്ഞു. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം യമനിൽ നിന്ന് വരുന്ന എല്ലാ ഹജ്ജ് സംഘത്തെയും അലി റളിയല്ലാഹു അൻഹും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹും ചെന്ന് കാണും. അവർക്കിടയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഒരു അടയാളത്തോടു കൂടി ഒരു ചെറുപ്പക്കാരുണ്ടോ എന്ന് അന്വേഷിക്കും. അദ്ദേഹത്തിന്റെ ശരീരത്തിൽ മുഴുവൻ വെള്ളപ്പാണ്ട് ബാധിക്കുകയും പിന്നീട് ആ വെള്ളപ്പാണ്ട് സുഖപ്പെട്ട് ഒരു നാണയത്തുട്ടിന് വലുപ്പത്തിൽ മാത്രം അത് അവശേഷിക്കുകയും ചെയ്യുന്ന ഒരു അടയാളം റസൂൽ പറഞ്ഞു കൊടുത്തിരുന്നു. അങ്ങനെ അടയാളമുള്ള ഒരാളെ കാണാതെ നിരാശയോടുകൂടി പല വർഷങ്ങളിലും അവർ തിരിച്ചു പോന്നു. ഒരു വർഷം ഇവർ രണ്ടുപേരും യമനിൽ നിന്ന് വന്ന ഹജ്ജ് സംഘത്തിന്
സദ്യ ഒരുക്കി, വിരുന്നൊരുക്കിയിട്ട് അവരെല്ലാവരെയും വിളിച്ചു. അവർക്കിടയിലൂടെ പിന്നെയും ഈ 2 സഹാബിമാരും ഈ വ്യക്തിയെ അന്വേഷിച്ച് നടക്കണം. അവരെയും കണ്ടില്ല. അദ്ദേഹം ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു സംഘത്തലവനോട് ചോദിച്ചു, ഇനി നിങ്ങളുടെ കൂട്ടത്തിൽ ഭക്ഷണത്തിന് വരാത്ത ആരെങ്കിലും ഉണ്ടോ? സംഘത്തലവൻ പറഞ്ഞു, ഞങ്ങളുടെ ഒട്ടകങ്ങളെയും ആടുകളെയും ഒക്കെ നോക്കി അവർക്ക് വെള്ളവും പുല്ലവും കൊടുക്കുന്ന ഒരു പരിചാരകനുണ്ട്, അതല്ലാത്തവരൊക്കെ ഭക്ഷണത്തിന് വേണ്ടി വന്നിട്ടുണ്ട്, അദ്ദേഹം അവിടെ ഉള്ള സ്ഥലം പറഞ്ഞു കൊടുത്തു. ഉടനെ അങ്ങോട്ട് ചെന്നിട്ട് അദ്ദേഹത്തെ പരിചയപ്പെട്ട് അടയാളം വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വ്യക്തിയാണെന്ന് ബോധ്യപ്പെട്ട് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ചെയ്ത പണി, നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ഇസ്തിഗ്ഫാറത്ത് നടത്തണം. നിങ്ങളെക്കുറിച്ച് അള്ളാഹുവിൻ്റെ പ്രവാചകൻ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് അദ്ദേഹം ഇസ്തിഗ്ഫാറത്ത് നടത്താൻ, നിങ്ങൾ എനിക്ക് വേണ്ടി അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാറത്ത് നടത്തണം എന്ന ഉപദേശമാണ് ആദ്യമേ ഈ സഹാബിയോട് ആവശ്യപ്പെട്ടത്. ഇങ്ങനൊരു മാനസികമായ ഒരവസ്ഥയിലേക്ക് ഉമർ ബിൻ ഖത്താബ് മാറുന്നത് അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ ഇസ്ലാമാണ്. അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ ഇസ്ലാമാണ്. നമ്മളിപ്പോൾ ഇസ്ലാമിനെയും അനിസ്ലാമിനെയും ഒരുമിച്ച് കൊണ്ടുപോവാണ്. മുസ്ലിം സമുദായം ഇസ്ലാമിനെയും അനിസ്ലാമിനെയും ഒരുമിച്ച് കൊണ്ടുപോവാണ്. കണ്ണൂർ ജില്ലയിലെ ഒരു കല്യാണത്തിൻ്റെ പുകില് കേട്ടില്ലേ അല്ലേ? അവിടെ നടന്ന ഒരു സ്ഫോടനത്തിൽ ഒരു കുഞ്ഞു കുട്ടിക്ക് അപകടം സംഭവിക്കുകയാണ്. എന്തെല്ലാം പേക്കൂത്തുകളാണ് കല്യാണത്തിൻ്റെ പേരിൽ. പ്രായം ചെന്ന ആളുകളെ പോലും വേഷടിക്കുകയാണ്. റിമോട്ട് കൺട്രോൾ പുതിയ തലമുറയ്ക്ക് കൊടുത്തിട്ട് നമ്മളിങ്ങനെ നിർനിമേഷരായിട്ട് കാരണന്മാർ മാറി നിൽക്കുകയാണ്. മാറി നിൽക്കടാ, അങ്ങനെ ഇവിടെ പറ്റൂല, ഈ മഹലില് ഇവിടെ അങ്ങനത്തെ തോന്നിവാസങ്ങളൊന്നും വേണ്ട എന്ന് കുടുംബത്തിലൊരു കാരണന്മാർ ഇറങ്ങിയിട്ട് ചെറുപ്പക്കാരുടെ കയ്യിൽ നിന്ന് അതിൻ്റെ കൺട്രോൾ ഏറ്റുവാങ്ങാൻ പറ്റുമോ? നമ്മൾ ഇസ്ലാമിനെയും അനിസ്ലാമിനെയും എത്ര സമർത്ഥമായിട്ടാണ് കൊണ്ടുപോകുന്നത്. ദീനിനെയും ദീനിനല്ലാത്തതിനെയും എത്ര സമർത്ഥമായിട്ട് കൊണ്ടുപോകുന്നത്. ഉള്ളിലേക്ക് ഇസ്ലാമാണ് ചെന്നാൽ ഇസ്ലാം അല്ലാത്തതൊക്കെ ഇങ്ങോട്ട് പുറത്തേക്ക് പോരണം. ഒരിക്കൽ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ബൈത്തുൽ മാലിൽ നിന്ന് ഓടിപ്പോയ ഒരു ഒട്ടകത്തെ അന്വേഷിച്ച് വേർത്ത് കുളിച്ച് അന്വേഷിച്ച് നടക്കുമ്പോൾ അലി റളിയല്ലാഹു അൻഹു ചോദിക്കാണ്, എങ്ങോട്ടാ ഖലീഫ ഓടുന്നത്? ഖലീഫ പറഞ്ഞു, ബൈത്തുൽ മാലിൻ്റെ ഒരു ഒട്ടകത്തെ കാണില്ല. അദ്ദേഹത്തിന് വേണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ പരിചാരകരിൽ നിന്ന്, അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവരിൽ നിന്ന് ആരെങ്കിലും ഒക്കെ ഏൽപ്പിച്ചിട്ട് ആ ഒട്ടകത്തെ ഒന്ന് കണ്ടെത്തി തിരിച്ചു കൊണ്ടുവരണം എന്ന് പറയാമായിരുന്നില്ലേ? പക്ഷെ അതിൻ്റെ ഉത്തരവാദിത്തം, യൂഫ്രട്ടീസിന്റെ തീരത്ത് ഒരു ആട്ടിൻകുട്ടി വെള്ളം കിട്ടാതെ മരിച്ചാൽ ഉമർ അള്ളാഹുവിന്റെ കോടതിയിൽ ഉത്തരം പറയേണ്ടി വരുമെന്ന വിചാരമായിരുന്നു ആ വിധത്തിൽ പ്രവർത്തിക്കാൻ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ പ്രേരിപ്പിച്ചത്. അബൂബക്കർ റളിയല്ലാഹുവിന്റെ ഭരണകാലത്ത് അദ്ദേഹം ഒരു മന്ത്രി എന്ന നിലയിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് ശക്തനായ ഒരു സഹായി എന്ന നിലക്ക് കൂടെ ഉണ്ടായിരുന്നു. അബൂബക്കർ റളിയല്ലാഹു അൻഹു എല്ലാ ദിവസവും മദീന പള്ളിയിലെ നമസ്കാരം കഴിഞ്ഞ് ദിക്ർ ദുആകൾക്കൊന്നും വല്ലാതെ കാത്തു നിൽക്കാതെ എഴുന്നേറ്റ് പുറത്തേക്ക് പോകുന്നത് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ശ്രദ്ധിച്ചു. അദ്ദേഹം അങ്ങനെ മദീനയുടെ അങ്ങ് പ്രാന്തപ്രദേശത്തേക്ക് നടന്നു പോകണം. അബൂബക്കർ റളിയല്ലാഹു അൻഹു ഒരുപക്ഷെ കഴിഞ്ഞ ചരിത്രത്തിൽ അത് പറഞ്ഞിട്ടുണ്ടാവാം. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു ദിവസം അദ്ദേഹത്തിന്റെ പിറകെ കൂടി. അബൂബക്കർ റളിയല്ലാഹു അൻഹു ഒരു വൃദ്ധയായ സ്ത്രീയുടെ വീട്ടിലേക്കാണ് കയറിയത്. എല്ലാം ഒളിഞ്ഞു നിന്ന് നോക്കിക്കണ്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹു പുറത്തിറങ്ങി പോകുമ്പോൾ നേരെ ആ വീട്ടിലേക്ക് സലാം പറഞ്ഞ് അനുവാദത്തോടു കൂടി ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ വീട്ടിലേക്ക് പ്രവേശിച്ചു. കണ്ണു കാണാത്ത, കൈകാലുകൾ ഇളക്കാൻ പറ്റാത്ത വിധം കിടപ്പിലായ ഒരു വൃദ്ധ സ്ത്രീ ആയിരുന്നു ആ വീട്ടിനകത്തുണ്ടായിരുന്നത്. അദ്ദേഹം ചോദിച്ചു, നിങ്ങളുടെ അടുക്കൽ വന്നത് ആരാണ്? ആ സ്ത്രീ പറഞ്ഞു, എനിക്കറിയില്ല. അദ്ദേഹം എല്ലാ ദിവസവും ഇവിടെ വരും, എൻ്റെ വസ്ത്രങ്ങൾ അലക്കിത്തരും, എൻ്റെ വീട്, എൻ്റെ റൂം വൃത്തിയാക്കി തരും, എനിക്ക് ഭക്ഷണം പാകം ചെയ്തു തരും. എന്നിട്ട് അദ്ദേഹം തിരിച്ചു പോകും. എവിടെയും അദ്ദേഹം ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടി ശ്രമിച്ചില്ല. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു മുട്ടുകുത്തിയിരുന്നു പോയി എന്നാ പറയുന്നത്. ഇത് കേട്ടപ്പോ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഈ വൃദ്ധയായ സ്ത്രീക്ക് ഒരു വോട്ടും അതിന്റെ പേരിൽ കിട്ടൂല, ഒരു അംഗീകാരം പ്രത്യേകിച്ച് കിട്ടൂല. അള്ളാഹു എല്ലാം അറിയുന്ന റബ്ബിന്റെ അടുക്കൽ സ്വീകാര്യമായ ഒരു പ്രവർത്തനം എന്നല്ലാതെ ഒരു സ്വീകാര്യതയും സമൂഹത്തിൽ വേറെ കിട്ടൂല. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു മുട്ടുകുത്തിയിരുന്നു പോയി. അബൂബക്കർ, താങ്കൾക്ക് പിറകെ വരുന്ന ഭരണാധികാരികളെ വല്ലാതെ പ്രയാസത്തിലാക്കിയല്ലോ എന്നാണ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അതിനോട് പ്രതികരിച്ചത്. ഒരു പക്ഷേ പിന്നീട് തൻ്റെ രാജ്യത്തെ ജനങ്ങളുടെ സ്ഥിതിഗതികൾ അന്വേഷിച്ച് രാവും പകലും ഇറങ്ങി നടക്കാൻ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ പ്രേരിപ്പിച്ചത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് ലഭിച്ച ഈ ഒരു മാതൃകയായിരിക്കണം.
അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹുമായി അദ്ദേഹം ഒരിക്കലും സംസാരം നടത്തുന്നുണ്ട്. നമ്മൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കൂടെ വിശ്വസിച്ചു, പല യുദ്ധങ്ങളിലും നമ്മൾ പങ്കെടുത്തു, ഇസ്ലാമികമായ പല മുന്നേറ്റങ്ങൾക്കും നമ്മൾ മുന്നിൽ നിന്ന് പ്രവർത്തിച്ചു, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുമായിരിക്കൂലേ എന്ന് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു വിഷമിച്ച് പറഞ്ഞപ്പോൾ അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു പറഞ്ഞു, നമുക്ക് സ്വർഗം തന്നെ കിട്ടും. കാരണം നമ്മൾ അള്ളാഹുവിൻ്റെ റസൂലിൽ വിശ്വസിച്ച ആദ്യകാലക്കാരിൽപ്പെട്ടവരാണ്. അവിടെ നിന്ന് നേതൃത്വം നൽകിയ യുദ്ധങ്ങളിലൊക്കെ കൂടെ നിന്നിട്ടുണ്ട്, ഇസ്ലാമിക മുന്നേറ്റങ്ങളിലൊക്കെ നമ്മൾ കൂടെ ഉണ്ടായിട്ടുണ്ട്, പട്ടിണിയും പ്രയാസങ്ങളും നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് സ്വർഗം തന്നെ കിട്ടും എന്ന് അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു പറയുമ്പോൾ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് കഷ്ടിച്ച് നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടാൽ മതിയായിരുന്നു എന്നാണ്. രണ്ടുപേരും രണ്ട് രീതിയിലാണ് ചിന്തിച്ചത്. ഒന്നിനെ പോസിറ്റീവായിട്ട് ഒന്നിനെ നെഗറ്റീവായിട്ട് ഒന്നും എനിക്ക് കാണാൻ കഴിയില്ല. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ചിടത്തോളം സ്വർഗത്തിന്റെ അപ്പുറത്ത് നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടാൽ മതിയായിരുന്നു എന്ന ചിന്തയാണ് അദ്ദേഹത്തെ മതിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ആളുകളുടെ കൂടെ ഇങ്ങനെ നടന്നു വരുമ്പോൾ പെട്ടെന്ന് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു കാണാതെ ആവും. എന്നിട്ട് ഒറ്റയ്ക്ക് സംസാരിക്കുകയാണ്, ഒറ്റയ്ക്ക് വിചാരണ ചെയ്യാണ്. ഉമറെ, ഇത്രയും കാലത്തെ ജീവിതത്തിന് അള്ളാഹുവിന്റെ കോടതിയിൽ നീ എന്തുത്തരം പറയും? അങ്ങനെ കരഞ്ഞുകൊണ്ടേയിരിക്കുന്ന ഒരു ഉമർ, അങ്ങനെ വിതുമ്പിക്കൊണ്ടേയിരിക്കുന്ന ഒരു ഉമർ, തൗബ ചെയ്തുകൊണ്ടേയിരിക്കുന്ന ഉമർ, സ്വയം വിചാരണ ചെയ്യുന്ന ഒരു ഉമറിനെയാണ് ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരിക്കൽ മദീനയിൽ മുസ്ലിം സഞ്ചാരികൾ അവിടെ സഞ്ചാരം കഴിഞ്ഞ് തിരിച്ചു വരികയാണ്. തിരിച്ചു വന്നിട്ട് പല രാജ്യങ്ങളിലൂടെയുള്ള അവിടെ സഞ്ചാരത്തിനടക്കുള്ള അനുഭവങ്ങൾ പറഞ്ഞിട്ട് പറയാണ്, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ് ഖലീഫ. ചില രാജ്യക്കാർ ഉമറിന്റെ പേര് കേട്ട് വിറകൊള്ളാറുണ്ട്. അവിടെ ഉള്ളിൽ വല്ലാത്ത ഭയപ്പാടുണ്ട് ഉമറിന്റെ പേര് കേൾക്കുമ്പോൾ. വേറെ ചില ആളുകൾ വലിയ കപ്പലിൽ മദീനത്തേക്ക് വലിയ സമ്മാനങ്ങളും അതുപോലെയുള്ള അവശ്യ വസ്തുക്കളുമായി പുറപ്പെട്ടിട്ടുണ്ട്. വേറെ ചില ആളുകൾ ഉമറിന്റെ പേര് കേൾക്കുമ്പോൾ അല്ലാഹുമ്മ ഗ്ഫിർലി ഉമർ എന്ന് പ്രാർത്ഥിക്കുന്നതും ഞങ്ങൾ കേട്ടിട്ടുണ്ട്. മൂന്ന് വിധത്തിലാണ് അവരുടെ ഓരോ നാട്ടുകാരുടെ സ്വഭാവം പറഞ്ഞിട്ട് മൂന്ന് കാര്യങ്ങളാണ് ഈ സഞ്ചാരികൾ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവോട് പറഞ്ഞത്. ഇത് കേട്ടപ്പോൾ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഈ അവസാനം പറഞ്ഞതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്നെ ഭയപ്പെടുന്നവരോട് എനിക്ക് പറയാനുള്ളത്, അവർ ദീനനുസരിച്ച് ജീവിച്ചാൽ എന്നെ ഭയപ്പെടേണ്ടതില്ല. സമ്മാനങ്ങളുമായി മദീനത്തേക്ക് വരുന്നവരോട് പറയാനുള്ളത്, നിങ്ങളുടെ സമ്മാനങ്ങൾ മദീനക്കാർക്ക് ഉപകാരപ്പെടുന്നതാണെങ്കിൽ നമുക്കത് കൊടുക്കാം. പക്ഷേ അല്ലാഹുമ്മ ഗ്ഫിർലി ഉമർ എന്ന് പറയുന്ന ആ പ്രാർത്ഥനയാണ് ഉമർ ആഗ്രഹിക്കുന്നത് എന്ന് അദ്ദേഹം പറയണം. ഒരു പേർഷ്യൻ സംഘം മദീനയിൽ വന്ന് നമ്മൾ പലപ്പോഴും പറയാറില്ലേ, ഒരു പേർഷ്യൻ സംഘം വന്നിട്ട് രാത്രി അവര് മദീനയിലാണ് തമ്പടിച്ചത്. ആ തമ്പടിച്ച കൂട്ടത്തില് അവര് രാത്രി കടന്നുറങ്ങുമ്പോൾ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അംറു ബിൻ ആസ് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹുവിനെയും കൂട്ടിയിട്ട് രാത്രി ഈ കച്ചവട സംഘം താവളം അടിച്ചയിടത്തേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയണത് എന്താ വെച്ചാൽ, അബ്ദുറഹ്മാൻ, ഉറങ്ങുന്ന നമ്മുടെ അതിഥികൾക്ക് വേണ്ടി നമ്മൾ ഉറക്കൊഴിക്കാം. അങ്ങനെ ഉറക്കൊഴിച്ച് അവർ കാവൽ നിൽക്കുമ്പോഴാണ് അല്പം മാറി ഒരു ഭാഗത്ത് ഒരു കുട്ടിയുടെ കരച്ചിൽ കേൾക്കുന്നത്. കരച്ചിൽ അവസാനിക്കണില്ല. മുല കുടിക്കാൻ വേണ്ടി കരയുന്ന ഈ കുഞ്ഞിന് ഉമ്മ മുല കൊടുക്കാതെ മുലകുടി അവസാനിപ്പിക്കാനുള്ള ഒരു തീവ്ര ശ്രമത്തിലാണ്. അവിടേക്ക് കടന്നു ചെന്ന് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്താ ഉമ്മ ഈ കുട്ടിക്ക് നിങ്ങൾ മുലപ്പാൽ കൊടുക്കാത്തത്? അപ്പോൾ അവർ പറഞ്ഞു, മുലപ്പാൽ കൊടുക്കാത്തതിൻ്റെ കാരണം എന്താ വെച്ചാൽ, മുലപ്പാൽ കുടിക്കുന്ന കുട്ടികൾക്ക് റേഷൻ ഇല്ല, ബൈത്തുൽ മാലിൽ നിന്ന് റേഷൻ ഇല്ല എന്ന് ഖലീഫ ഉമറിൻ്റെ ഒരു ഉത്തരവുണ്ട്. അതുകൊണ്ട് ഇവൻ്റെ മുലകുടി നിർത്താനുള്ള ശ്രമത്തിലാണ് ഞാൻ. അപ്പം ഇവനും റേഷൻ കിട്ടുമല്ലോ. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ആ ഉമ്മക്ക് വേണമെങ്കിൽ ഈ കുഞ്ഞിൻ്റെ പേരിൽ കളവ് പറഞ്ഞൂടെ? എൻ്റെ കുട്ടി മുലകുടി നിർത്തിയിട്ടുണ്ട്, അതുകൊണ്ട് ഇവനും കൂടെ റേഷൻ വേണമെന്ന് പറയാമായിരുന്നില്ലേ? പക്ഷേ ആ ഒരു സമൂഹം ദീനിയായിട്ടുള്ള ഒരു സംസ്കാരത്തിലേക്ക് മാറി. അതുകൊണ്ട് ആരും അറിഞ്ഞില്ലെങ്കിൽ പോലും പടച്ചറപ്പ് അറിയുമല്ലോ എന്നതിൻ്റെ പേരിൽ അവർക്ക് കളവ് പറയാൻ സാധിച്ചില്ല. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു പറയാണ്, ഈ വാർത്ത കേട്ട് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു മദീന പള്ളിയിലേക്ക് വന്ന് സുബഹി നമസ്കാരത്തിന് ബാങ്ക് വിളിച്ച് സുബഹി നമസ്കാരത്തിന് നേതൃത്വം നൽകുമ്പോൾ കരഞ്ഞ് കരഞ്ഞ് ഗദ്ഗതപ്പെട്ടാണ് നമസ്കാരം നിർവഹിച്ചത്. ഇമാമത്ത് കൂടെ അദ്ദേഹം നിർവഹിക്കണം. എന്താണെന്ന് പാരായണം ചെയ്തത് എന്ന് പിറകിൽ നിന്ന ആളുകൾക്ക് മനസ്സിലായില്ല. അങ്ങനെ കരഞ്ഞിട്ടാണ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു നമസ്കാരം പൂർത്തിയാക്കിയത്. നമസ്കാരം കഴിഞ്ഞിട്ട് അദ്ദേഹം എഴുന്നേറ്റ് വന്നു, ഉമർ എത്ര കുട്ടികളെയാണ് കൊന്നത്. അതുകൊണ്ട് ഇതാ
ഈ കിരാതമായ നിയമം ഇല്ലാതെയാക്കുന്നു. ഇനി മുതൽക്ക് ഈ രാജ്യത്ത് ജനിച്ചു വീഴുന്ന, നമ്മുടെ സാമ്രാജ്യത്തിൽ ജനിച്ചു വീഴുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും റേഷൻ ഉണ്ടാകും. ജനങ്ങളുടെ സ്ഥിതിഗതികൾ അന്വേഷിച്ച് നടക്കുന്ന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു ദിവസം രാത്രി ഒരു പ്രാന്തപ്രദേശത്തെത്തുകയാണ്. അവിടെ ഒരു ചെറിയ കുടിലിൽ, മദീനയുടെ ഒരു എല്ലാവരും താമസിക്കുന്ന ഏരിയയിലല്ല ഇവരുള്ളത്, ആ കുടിലിൽ നിന്ന് ഒരു കരച്ചിൽ കേൾക്കുന്ന, ഒരു സ്ത്രീയുടെ കരച്ചിൽ. കുടുംബനാഥൻ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഇനി എന്താ ചെയ്യാന്ന് അറിയാതെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. ആ പെണ്ണ് പ്രസവിക്കാനുള്ള പ്രസവവേദന അനുഭവിച്ച് കൂടെ ഒരാളും സഹായിക്കാനില്ലാതെ വിഷമിക്കുമ്പോഴാണ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അങ്ങോട്ട് കയറി ചെല്ലുന്നതും വിവരങ്ങൾ അന്വേഷിച്ച് നേരെ വീട്ടിലേക്ക് വരുന്നതും. ഭാര്യയെ വിളിച്ചുണർത്തി, ആ പാതിരാത്രിക്ക് ഭാര്യയെ വിളിച്ചുണർത്തി, നിനക്കൊരു നന്മ ചെയ്യാനുള്ള അവസരമാണ്, എൻ്റെ കൂടെ വാ എന്ന് പറഞ്ഞ് ബൈത്തുലുമായി നിന്ന് ആവശ്യമായ ഭക്ഷ്യവസ്തുക്കളൊക്കെ എടുത്തിട്ട് അദ്ദേഹം തന്റെ ഭാര്യയും കൂട്ടി ഈ കുടുംബത്തിലേക്ക് വന്ന് ഈ പെണ്ണിനെ പരിചരിക്കാൻ ഏൽപ്പിച്ചു. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പുറത്ത് ഈ കുടുംബത്തിന് ആവശ്യമായ ഭക്ഷണം പാകം ചെയ്യാണ്. അതിൻ്റെ അടുക്ക് പ്രസവം നടന്നു. കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ട് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഭാര്യ പുറത്തേക്ക് വന്നിട്ട് അമീറുൽ മുഅ്മിനീൻ, താങ്കളുടെ സുഹൃത്തിന് ഒരു ആൺകുഞ്ഞ് ജനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഈ വീട്ടുകാരൻ തരിച്ചുപോയി. ഇത് ഖലീഫയാണെന്ന് അദ്ദേഹത്തിന് അറിയില്ല. ഞാൻ നിങ്ങൾ ആലോചിച്ച് നോക്കി, എവിടെയെങ്കിലും ഒരു ഫ്ലെക്സ് വെച്ചോ, എവിടെയെങ്കിലും ഒരു ബോർഡ് വെച്ചോ, എവിടെയെങ്കിലും ഒരു സ്വീകരണം ഏർപ്പെടുത്തിയോ? മദീനയിൽ താമസിക്കുന്ന, അതിന്റെ പ്രാന്തപ്രദേശങ്ങൾ താമസിക്കുന്ന ആളുകൾക്ക് വിശാലമായ ഇസ്ലാമിക സാമ്രാജ്യത്തിന്റെ ഖലീഫയെ കുറിച്ച് പരിചയമില്ല. ഈ വിളി കേട്ടപ്പോഴാണ് അമീറുൽ മുഅ്മിനീൻ, താങ്കൾ സുഹൃത്തിന് ഒരു ആൺകുഞ്ഞു പറഞ്ഞിരിക്കുന്നു എന്ന വിളി കേൾക്കുമ്പോഴാണ് ഈ കുടുംബനാഥൻ തരിച്ചുപോയത്. അദ്ദേഹം വല്ലാതെ പ്രയാസത്തിലായി. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങൾ വിഷമിക്കണ്ട, ഇതെന്റെ ഉത്തരവാദിത്തമാണ്. സൂതികാ കർമ്മം നിർവഹിച്ചത്, നമ്മുടെ നാട്ടിലെ ഒരു ഭാഷ അനുസരിച്ച് ഒത്താശപ്പണി ചെയ്തത് ആരാ? ഇസ്ലാമിക സാമ്രാജ്യത്തിന്റെ ഖലീഫ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ അല്ലേ? പ്രഥമ മെമ്പർ ഖലീഫയാണെങ്കിൽ രണ്ടാമത്തെ മെമ്പറും ഭാര്യയാണ്. ആ ഭാര്യയാണ് ഈ സ്ത്രീയുടെ പ്രസവവുമായി ബന്ധപ്പെട്ട സേവനങ്ങൾ ചെയ്തു കൊടുക്കുന്നത്. നമുക്ക് പറ്റുമോ? അങ്ങനെ ചെയ്തു കൊടുത്താൽ നമുക്ക് എന്തെങ്കിലും നഷ്ടപ്പെടുമോ? എന്തെങ്കിലും ചോർന്നു പോകുമോ? നമ്മുടെ കുടുംബത്തിന് പേരുദോഷം ഉണ്ടാവുമോ? ഇന്നും വർണ്ണവരി നിലനിൽക്കുകയാണ് നമ്മുടെ സമുദായത്തിൽ അല്ലേ? ഒരു ചെറുപ്പക്കാരി മരിച്ചില്ലേ കഴിഞ്ഞ ദിവസം കൊണ്ടോട്ടി ഭാഗത്ത്? നിറത്തിന്റെ പേരിൽ ആക്ഷേപിക്കപ്പെടുകയാണ്. എന്റെ സഹോദരിമാരെ, ഇവിടെ മുതിർന്ന സഹോദരിമാരുണ്ടാവല്ലോ, നമ്മുടെ മകൻ ഇസ്ലാമിക നിയമം അനുസരിച്ചാണ് ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ച് നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നതെങ്കിൽ ആ പെൺകുട്ടിയെ സ്വന്തം മകളെ പോലെ കാണാൻ നമുക്കാവണം. ഒരുപക്ഷെ നമ്മുടെ പെൺമക്കളുടെ അതേ നിറമോ, അതേ വിദ്യാഭ്യാസമോ, യോഗ്യതയോ, തറവാടിത്തമോ, സമ്പത്തോ ഈ പെൺകുട്ടിക്കില്ലെങ്കിലും നമ്മുടെ വീട്ടിലേക്ക് നമ്മുടെ മകന്റെ കയ്യും പിടിച്ചാണ് ആ പെൺകുട്ടി കടന്നു വരുന്നത്. അതുകൊണ്ട് സ്വന്തം മോളെ പോലെ പരിഗണിക്കാൻ നമുക്ക് പറ്റണം. അവിടെ ഒരു വർണ്ണവ്യവരി നമ്മൾ കാണിച്ചുകൂടാ. ഞാൻ ഇടയ്ക്കൊന്ന് സൂചിപ്പിച്ചുവാണ്, ബിലാൽ റളിയല്ലാഹു അൻഹുവും അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹു തമ്മിൽ ഒരു ചെറിയ തർക്കം ഉണ്ടായി. ആ തർക്കത്തിൽ അല്പം പ്രകോപിതനായ അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹു ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു നോക്കി, കറുത്ത പെണ്ണിന്റെ അടിമ സ്ത്രീയുടെ മകനെ എന്ന് ബിലാൽ റളിയല്ലാഹു അൻഹു അഭിസംബോധന ചെയ്തപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ട് പ്രതികരിച്ചു, അബൂദർ, ഇപ്പോഴും അങ്ങയുടെ മനസ്സിൽ, നിങ്ങളുടെ മനസ്സിൽ ജാഹിലിയത്ത് നിലനിൽക്കുന്നു. ബിലാൽ റളിയല്ലാഹു അൻഹു അത് മൈൻഡ് ചെയ്തില്ല, അത് സാരല്ല എന്ന് വെച്ചു. പക്ഷെ റസൂൽ അത് വിട്ടില്ല. റസൂലയുടെ ഈ ആക്ഷേപ വാക്ക് കേട്ടപ്പോ അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹു വല്ലാതെ വിഷമിച്ചു പോയി. അദ്ദേഹം അവിടെ കമിഴ്ന്നട് കടന്നു, മണ്ണിൽ കമിഴ്ന്നട് കടന്നിട്ട് പറഞ്ഞു, ബിലാലിന്റെ കാലുകൊണ്ട് എൻ്റെ മുഖത്ത് ചവിട്ടിയെങ്കിലേ ഇനി ഞാൻ എഴുന്നേൽക്കുള്ളൂ, അപ്പോഴേ എൻ്റെ പാപഭാരം എന്നിൽ നിന്ന് പോവുള്ളൂ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പശ്ചാത്തപിക്കുകയാണ്. നമ്മുടെ ദീൻ നമ്മൾ പഠിപ്പിക്കുന്ന സംസ്കാരം അതാണ്. എന്നിട്ട് നമ്മുടെ ഒരു മുസ്ലിം കുടുംബത്തിൽ ഒരു പെൺകുട്ടി നിറത്തിന്റെ പേരിൽ ആക്ഷേപിക്കപ്പെടുകയും ജീവിതം അവസാനിക്കപ്പെടേണ്ടി വരികയും ചെയ്യുക എന്നത് ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ കഴിയാത്ത സംഗതിയാണ്. ഇസ്ലാമിന് അങ്ങനെ ഒരു മനുഷ്യത്വമാണുള്ളത്. തുല്യതയൊന്നും ഞാൻ പറയില്ല, ആണും പെണ്ണും എല്ലാ രംഗത്തും തുല്യരല്ല, പക്ഷെ നീതി ഉണ്ടാവണം. നമ്മള് മുമ്പ് ഒരു ക്യാമ്പയിൻ നടത്തിയിരുന്നു, ലിംഗനീതിയല്ല, ലിംഗസമത്വമല്ല, ലിംഗനീതിയാണ് ആവശ്യം. നിങ്ങൾ ഓർക്കുന്നുണ്ട്? MGMന്റെ ബിൽ നടത്തിയ ഒരു ക്യാമ്പയിനാണ്.
വലിയ ചർച്ചകൾ ഉണ്ടായപ്പോൾ ലിബറലിസവുമൊക്കെയായി ബന്ധപ്പെട്ട് വലിയ ചർച്ച സമൂഹത്തിൽ ഉണ്ടാവുകയും സ്ത്രീകൾ രണ്ടാം കിട പൗരന്മാരാണ് എന്ന വെറുതെ ഒരു ആക്ഷേപം നിലനിൽക്കുകയും ചെയ്തപ്പോൾ നമ്മളൊരു ക്യാമ്പയിൻ നടത്തി അതിനെ പ്രതിരോധിച്ചു. ലിംഗസമത്വമല്ല ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത്, ലിംഗനീതിയാണ്. അങ്ങനെ നീതി ചെയ്യാനേ പറ്റുള്ളൂ, സമത്വം കൊടുക്കാൻ കഴിയില്ല, നീതി ചെയ്യാനേ പറ്റുള്ളൂ. ഈ നീതിയാണ് ഉമറിന്റെ ഭരണത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇസ്ലാമിക സാമ്രാജ്യത്തെക്കുറിച്ച് പഠിക്കാൻ പേർഷ്യയിൽ നിന്ന് വന്ന ഒരു സംഘം, പലപ്പോഴും നമ്മൾ കേട്ടൊരു ഭാഗം തന്നെയാണ്. മദീനയിൽ ഇങ്ങനെ അന്വേഷിച്ച് നടക്കുകയാണ് ഖലീഫയെ. ആളുകൾ പറഞ്ഞു, നിങ്ങളിപ്പോ ഇവിടെ നിൽക്കുമ്പോഴല്ലേ ഖലീഫ നമ്മുടെ മുമ്പിലൂടെ കടന്നുപോയത്? ആനയും അമ്പാരിയും ഇല്ലാതെ കൊട്ടും കുരവില്ലാതെ ഒരു ഭരണാധികാരി നടന്നുപോയി. അവസാനം അന്വേഷിച്ച് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ ഒരു ഈന്തപ്പനയുടെ ചുവട്ടിൽ ഉച്ചവെയിലത്ത് തണലിൽ കൈ തലക്ക് വെച്ച് ശാന്തമായി ഉറങ്ങുന്ന അവസ്ഥയിൽ അവർ കാണുകയാണ്. അവരിങ്ങനെ നെടുവീർപ്പിട്ടിട്ട് മൂക്കത്ത് വിരല് വെച്ച് കൗതുകപ്പെട്ട് പറയാണ്, അദൽത ഫഅമിൻത ഫനിംത. ഉമറെ, താങ്കൾ നീതി പ്രവർത്തിച്ചു. നീതി പ്രവർത്തിച്ചതുകൊണ്ട് അങ്ങ് നിർഭയനാണ്. നിർഭയനായതുകൊണ്ട് എവിടെയും താങ്കൾക്ക് കിടന്നുറങ്ങാനുള്ള ഒരു അവസരമുണ്ട്. പേർഷ്യയുടെ ദൂതന്മാർ മദീനയിൽ വന്ന് ഇസ്ലാമിക ഭരണാധികാരിയെ കണ്ടിട്ട് പറഞ്ഞൊരു വാക്കാണിത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുണ്ടായിരുന്നു, എന്റെ ശേഷം ഒരു പ്രവാചകൻ വരാനുണ്ടായിരുന്നെങ്കിൽ അത് ഉമറാകുമായിരുന്നു എന്ന്. കാരണം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ദീനീ വിജ്ഞാനവും അദ്ദേഹത്തിന്റെ ഇടപെടലിലെ കണിശതയും പലപ്പോഴും അദ്ദേഹത്തിന്റെ മനോവിചാരങ്ങൾക്കനുസരിച്ച് അള്ളാഹുവിന്റെ കിതാബിൽ ചില വചനങ്ങൾ ഇറങ്ങിയതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അങ്ങനെ പറയാൻ പ്രേരിപ്പിച്ചൊരു കാര്യമാണ്. ഉമറിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ റളിയല്ലാഹു അൻഹു ഒരാളെയും ഒറ്റടിക്ക് വിശ്വസിക്കൂല. ഞാൻ പറയണ്ടേ, ഞാൻ ചതിക്കപ്പെടൂല. ഒരാളുടെ ബാഹ്യരൂപം കണ്ടിട്ട് മാത്രം ഞാൻ ഒരാളെയും അംഗീകരിക്കൂല. ഒരിക്കൽ അദ്ദേഹത്തിന്റെ അടുക്കൽ ഒരാള് തൻ്റെ സുഹൃത്തിനെ പ്രശംസിച്ച് സംസാരിക്കുന്നത് കേട്ടു. നല്ല വിശ്വസ്തനാണ് എന്ന് പറഞ്ഞിട്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് ചോദിച്ചു, നീ അദ്ദേഹവുമായിട്ട് വല്ല ഇടപാടും നടത്തി നോക്കിയിട്ടുണ്ടോ? ഇല്ല. അദ്ദേഹത്തിൻ്റെ കൂടെ യാത്ര ചെയ്തിട്ടുണ്ടോ? ഇല്ല. വിശ്വസിച്ചേൽപ്പിച്ച വല്ല സംഗതിയിലും വല്ല ഇടപാടും? ഇല്ല. അങ്ങനെ ഒന്നും നടത്തിയിട്ടില്ലെങ്കിൽ ഒരു വ്യക്തിയെ നീ എങ്ങനെ വിലയിരുത്തുക? നമ്മളൊന്ന് സാമ്പത്തികമായിട്ട് ഇടപാട് നടത്തി നോക്ക്. അയാൾ വിശ്വസ്തനാണെങ്കിൽ സമയത്തിന് തിരിച്ചു വരും, ചതിയും വഞ്ചനയും കാണിക്കില്ല, അമാനത്ത് കാണിക്കും. അയാളുടെ കൂടെ യാത്ര ചെയ്തു നോക്കൂ. യാത്ര അല്പം മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ കുപ്പായോട് അഴിഞ്ഞു പോവും, നമ്മുടെ മുഖം മൂടി അഴിഞ്ഞു പോവും, അല്ലേ? പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ വാക്കിൻ്റെ അർത്ഥം? പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ അതൊരു ഗ്രീക്ക് പദമാണ്. പേഴ്സോണ എന്നാണ് ആ വാക്ക്. പേഴ്സോണ പറഞ്ഞാൽ മുഖം മൂടി എന്നാണ് വാക്കിൻ്റെ അർത്ഥം. അതാണ് ഇപ്പൊ നമ്മൾ പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞ് കൊണ്ടുകൊടുക്കുന്ന സാധനം, അല്ലേ? ഗ്രീക്ക് നാടക നടന്മാർ നാടകത്തിൽ അഭിനയിക്കുന്ന സമയത്ത് ഓരോ കഥാപാത്രങ്ങൾക്കും വേണ്ടി വ്യത്യസ്തമായ മുഖംമൂടികൾ ധരിക്കാറുണ്ടായിരുന്നു. ആ മുഖംമൂടി എന്ന അർത്ഥത്തിലുള്ള പേഴ്സോണ എന്ന വാക്കാണ് പിന്നീട് പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞത്. അപ്പൊ നമ്മൾ കൃത്രിമമായി ഉണ്ടാക്കുന്ന ഈ പേഴ്സണാലിറ്റി ഒരു മുഖംമൂടിയാണ്. അത് ചിലപ്പോ ഒരു കൂട്ടുകാരൻ്റെ കൂടെ ഒന്നിച്ച് ദീർഘമായി യാത്ര ചെയ്യുമ്പോൾ ആ മുഖംമൂടിയാണ് കൊഴിഞ്ഞു കിടും. നമ്മൾ ആരാണ് എന്ന് 2-3 ദിവസം രാത്രി അല്ലെങ്കിൽ ഒരുമിച്ച് യാത്ര ചെയ്യുമ്പോൾ കൂടെയുള്ള ആൾക്ക് ബോധ്യപ്പെടും. നമ്മൾ എത്ര തൂക്കുണ്ട്, നമുക്ക് എത്ര ഈമാനുണ്ട്, നമുക്ക് എത്ര ഇഖ്ലാസ് ഉണ്ട്. അതുകൊണ്ട് അങ്ങനെയാണ് ഒരാളെ വിലയിരുത്തേണ്ടത് എന്നാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് പറഞ്ഞത്. ഒരു ദിവസം പതിവ് പോലെ അദ്ദേഹം രാത്രി ഇങ്ങനെ പ്രജകളുടെ സ്ഥിതി അന്വേഷിച്ച് നടക്കുമ്പോഴാണ് ഒരു വീട്ടിൽ നിന്ന് ഒരു സ്ത്രീയുടെ പാട്ട് കേട്ടത്. തതാവല ഹാദൽ ലൈലു വസ്വദ്ദ ജാനിബുഹു വഅർഖനി അല്ലാ ഖലീലുൻ ഉലാഇബുഹു ഫവല്ലാഹി ലൗലല്ലാഹു അന്നി ഉറാഖിബുഹു ലഹുർരിക മിൻ ഹാദ സരീരി ജവാനിബുഹു. ഒരു പെണ്ണ് പാട്ട് പാടുകയാണ്. എന്താ പാട്ട്? എൻ്റെ ഭർത്താവ് ഇവിടെ ഇല്ല, സൈന്യത്തിൽ സേവനം ചെയ്യാൻ പോയതാ, ഇസ്ലാമിക സൈന്യത്തിൽ പട്ടാളക്കാരനായി സേവനം ചെയ്യാൻ പോയതാ. ഈ തണുത്ത രാത്രിയിൽ എനിക്ക് കൊഞ്ചിക്കൊഴയാൻ, എനിക്ക് ഓമനിക്കാൻ, എനിക്ക് കളിക്കാൻ എൻ്റെ ഭർത്താവ് കൂടെ ഇല്ലല്ലോ. ഞാനൊരു മുസ്ലിമത്തായിരുന്നില്ല എങ്കിൽ എൻ്റെ കട്ടിൽ മറ്റൊരു ചെറുപ്പക്കാരനെ കൊണ്ട് ഇളകുമായിരുന്നു എന്നിങ്ങനെ പുറത്തേക്ക് ശബ്ദം വരുന്ന വിധത്തിൽ അവനിങ്ങനെ പാട്ടുപാടാണ്. ഉമർ റളിയല്ലാഹു മുട്ടി വിളിച്ചു, കാര്യങ്ങൾ അന്വേഷിച്ചു. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ സൈന്യത്തിൽ ദൂരെ അതിർത്തി പ്രദേശത്ത് ശത്രുവിനെ നേരിടാൻ വേണ്ടി പോയതാണ് അദ്ദേഹം എന്ന് ബോധ്യപ്പെട്ടു. ദിവസങ്ങളായി പോയിട്ട് അപ്പൊ കാര്യങ്ങൾ അന്വേഷിച്ചു അദ്ദേഹം. ഒരു പെണ്ണിന് ഭർത്താവില്ലാതെ
എത്ര കാലം നിൽക്കാൻ പറ്റും? എൻ്റെ എൻ്റെ എല്ലാ വശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. ആ ചോദ്യത്തിന് അർത്ഥം നിങ്ങൾക്ക് ബോധ്യപ്പെട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. 4 മാസം എന്ന അഭിപ്രായം ഉണ്ടായി, 6 മാസം എന്ന അഭിപ്രായം ഉണ്ടായി. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉടനെ പറഞ്ഞു, ഓരോ പട്ടാളക്കാരും 6 മാസത്തിനുള്ളിൽ തൻ്റെ കുടുംബത്തിലേക്ക് തിരിച്ചു വരണം. എത്ര ദൂരത്ത് സൈനിക സേവനം നടത്തുമ്പോഴും ഒരു 6 മാസത്തിനുള്ളിൽ അദ്ദേഹം തിരിച്ചു വരണം, തൻ്റെ കുടുംബത്തോടൊപ്പം ജീവിക്കണം, തൻ്റെ ഭാര്യയുടെ കൂടെ ജീവിക്കണം എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവരോട് ഒരു ഭരണപരമായ ഒരു ഉത്തരവ് എന്ന നിലക്ക് പറയണം. ഒരിക്കൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിൻ്റെ അടുക്കൽ ഒരാൾ വന്നു. അദ്ദേഹം പറഞ്ഞു, വല്ലിനി മിമ്മ വല്ലാക്കല്ലാ, വല്ലിനി മിമ്മ വല്ലാക്കല്ലാ. ഉമറേ, അള്ളാഹു ഈ രാജ്യത്തിൻ്റെ അധികാരം നിന്നെ ഏൽപ്പിച്ചല്ലോ, അതിൽ നിന്ന് അല്പം അധികാരം എനിക്കും തരണം. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് ചോദിച്ചു, നീ ഖുർആൻ വല്ലതും പഠിച്ചിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു, ഞാൻ ഖുർആൻ പഠിച്ചിട്ടില്ല. എങ്കിൽ നീ ഖുർആൻ പഠിച്ചിട്ട് വാ. അങ്ങനെ ഖുർആൻ പഠിക്കാൻ വേണ്ടി തിരിച്ചുപോയ ആ ആളെ ദിവസങ്ങൾ കഴിഞ്ഞിട്ട് കാണില്ല. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരാളെ പറഞ്ഞയച്ചു ഇദ്ദേഹത്തെ അന്വേഷിച്ച് കണ്ടെത്താൻ. അങ്ങനെ അന്വേഷിച്ച് കണ്ടെത്തി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിൻ്റെ മുമ്പിൽ അദ്ദേഹത്തെ ഹാജരാക്കി. നീ ആവശ്യപ്പെട്ട അധികാരം നിനക്ക് വേണ്ടേ? നീ എന്തേ തിരിച്ചു വരാതിരുന്നത് എന്ന് ചോദിച്ചപ്പോൾ സൂറത്ത് ത്വലാഖിലെ ഒരു ആയത്ത് ഭരണാധികാരികളുടെ മുമ്പിൽ അവിടെ വാതിൽ കൊട്ടുന്നതിൽ നിന്ന് എന്നെ പിന്തിരിപ്പിച്ചു. സമ്പത്ത് അന്വേഷിച്ച് നടക്കുന്നതിൽ നിന്ന് വിശുദ്ധ ഖുർആനിലെ ഒരു വാക്ക് എന്നെ പിന്തിരിപ്പിച്ചു എന്ന് പറഞ്ഞ് സൂറത്ത് ത്വലാഖിലെ ചില വചനങ്ങൾ അദ്ദേഹം ഓതിക്കൊടുക്കണം. നമുക്ക് ദാരിദ്ര്യം ഉണ്ടോ, വിഷമുണ്ടോ, പ്രയാസങ്ങളുണ്ടോ, നമ്മൾ തഖ്വയോടുകൂടി ജീവിക്കുക എങ്കിൽ അള്ളാഹു അത്തരം ആളുകൾക്കൊരു മഖ്റജ് പ്രദാനം ചെയ്യും. അയാൾ വിചാരിക്കാത്ത വഴിക്ക് അള്ളാഹു അയാൾക്ക് റിസ്ക് നൽകും. വല്ലവനും അള്ളാഹുൽ തവക്കുൽ ചെയ്താൽ അവന് അല്ലാഹ് മതി, അവൻ അല്ലാഹ് മതി. ഇന്നല്ലാഹ ബാലിഗു അംരി, അള്ളാഹു അവൻ തീരുമാനിച്ച കാര്യങ്ങൾ നടപ്പിലാക്കുക തന്നെ ചെയ്യും. ഖദ് ജഅലല്ലാഹു ലികുല്ലി ഷൈഇൻ ഖദറ, എല്ലാറ്റിനും അല്ലാഹു ഒരു ഖദർ വെച്ചിട്ടുണ്ട്. അല്ലേ? ഈ വാക്ക് അദ്ദേഹത്തിനൊരു വെളിച്ചമായി മാറുകയാണ്. നമുക്ക് വെളിച്ചായോ? നമ്മുടെ ദാരിദ്ര്യത്തിൽ, കഷ്ടപ്പാടിൽ, ദുരിതങ്ങളിൽ, രോഗങ്ങളിൽ, മറ്റ് ഭീഷണമായ സാഹചര്യങ്ങളിൽ ഈ ആയത്തുകൾ നമുക്ക് വെളിച്ചമായി മാറാറുണ്ടോ? നമുക്ക് നിർഭയത്വത്തിന് അത് കാരണമായി മാറാറുണ്ടോ? നമ്മൾ പഠിക്കേണ്ട ഒരു വിഷയമാണ്. ഒരിക്കൽ ഫലസ്തീൻ്റെ ചരിത്രത്തെ നമുക്ക് കാണാം. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിലാണ് ഫലസ്തീൻ മുസ്ലിങ്ങൾക്ക് കീഴടങ്ങിയത്. റോമിൻ്റെ ഭരണത്തിന് കീഴിലായിരുന്നു ഫലസ്തീൻ ഉണ്ടായിരുന്നത്. ഷാമൊക്കെ, അന്നത്തെ വിശാലമായ ഷാം ഒക്കെ ഈ റോമൻ ഭരണകൂടത്തിൻ്റെ കയ്യിലാണ്. അബൂ ഉബൈദത്തുൽ ജറാഹ് എന്ന് പറയുന്ന സർവ്വസൈന്യാധിപൻ, അദ്ദേഹത്തിൻ്റെ പടനീക്കത്തിലാണ് ഫലസ്തീൻ മുസ്ലിങ്ങളുടെ കയ്യിൽ വരുന്നത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിൻ്റെ കാലത്ത്. ഇന്നത്തെ ഫലസ്തീൻ്റെ ചരിത്രം നമ്മൾ ഇന്ന് കേട്ടതേ ഉള്ളൂ. ഏതാണ്ട് യുദ്ധം അവസാനിച്ചു, ഫലസ്തീനികൾക്ക് സമാധാനത്തിൻ്റെ ഒരു സാഹചര്യം കൈവന്നു എന്നാണ് നമ്മൾ അറിയുന്നത്, അൽഹംദുലില്ലാ. പക്ഷേ ഫലസ്തീനികൾ സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ നേരത്തെ അവർ താമസിച്ചിരുന്ന വീടുകൾ അവിടെ ഇല്ല. അവിടെ മക്കൾ വിദ്യ നുകരാൻ വേണ്ടി പോകാറുണ്ടായിരുന്ന വിദ്യാലയങ്ങൾ അവിടെ ഇല്ല. അവർക്ക് ചികിത്സ ആവശ്യം വന്നാൽ പോകാനൊരു ആശുപത്രി അവിടെ ഇല്ല. അവർ നമസ്കരിച്ചിരുന്ന പള്ളികൾ അവിടെ നിലനിൽക്കുന്നില്ല. മുച്ചൂടും തകർത്ത് തരിപ്പണമാക്കിയിട്ടുണ്ട് ഇസ്രായേൽ സൈന്യം. ഫലസ്തീനികളെ കുറിച്ച് പറയുന്ന ചരിത്രത്തിൽ കാണാം, ഒരു ഫലസ്തീനിയും ഒരു പ്രാവശ്യമെങ്കിലും സ്വന്തം നാട് വിട്ട് അഭയാർത്ഥിയായി ജീവിക്കാതിരുന്നിട്ടുണ്ടാവില്ല. അല്ലേ? ആ ഫലസ്തീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിൻ്റെ കാലത്താണ് മുസ്ലിങ്ങളുടെ കയ്യിൽ വന്നത്. അന്ന് വിട്ടുകൊടുക്കൽ നിർബന്ധമായി വന്നപ്പോൾ, മുസ്ലിങ്ങൾക്ക് ബൈത്തുൽ മുഖദ്ദസ് വിട്ടുകൊടുക്കേണ്ട സാഹചര്യം വന്നപ്പോൾ ക്രൈസ്തവ പാതിരിമാർ ഒരു കണ്ടീഷൻ വെച്ചു അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവിനോട്, നിങ്ങളുടെ കയ്യിൽ ഞങ്ങൾ താക്കോല് തരൂല, നിങ്ങളുടെ ഖലീഫ വരട്ടെ. അങ്ങനെ മദീനത്തേക്ക് കത്തയച്ചു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു ഭൃത്യൻ്റെ കൂടെ ഫലസ്തീനിലേക്ക് പുറപ്പെട്ടു. ഭൃത്യനും ഖലീഫക്കും കൂടെ ഒരു ഒട്ടകമാണ് യാത്രക്കുള്ളത്. കുറച്ചു നേരം ഖലീഫ യാത്ര ചെയ്യും, അത് കഴിഞ്ഞ് ഭൃത്യൻ ഒട്ടകപ്പുറത്ത് കയറും. അതിൻ്റെ ഇടയ്ക്ക് വെറുതെ ചോദിക്കട്ടെ, എൻ്റെ കയ്യിൽ ഞാൻ ഉപയോഗിക്കുന്നൊരു മൊബൈലുണ്ട്, ചില പോയിന്റുകൾ എനിക്ക് നോക്കാൻ, എൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു കാര്യം നോക്കാൻ. അതല്ലാത്ത ആളുകൾ ഈ സദസ്സിലിരുന്ന് മൊബൈൽ നോക്കുമ്പോൾ അതെനിക്ക് അല്പം വിഷമമുള്ള കാര്യമാണ്.
അത്യാവശ്യമായ കോളുകളൊക്കെ വന്നാൽ നിങ്ങൾക്ക് പോകാം, അതിന് വിരോധമൊന്നുമില്ല. അങ്ങനെ ഭൃത്യനും ഖലീഫയും ഒരൊട്ടകപ്പുറത്ത് മാറി മാറി ഊഴമിട്ട് സഞ്ചരിച്ച് ഫലസ്തീനിലെത്തുകയാണ്. ഫലസ്തീനിലെ ക്രൈസ്തവ പുരോഹിതന്മാർ നല്ല മിന്നുന്ന വസ്ത്രങ്ങൾ അണിഞ്ഞ്, വില കൂടിയ വസ്ത്രങ്ങൾ അണിഞ്ഞ്, വില കൂടിയ അത്ര പുരട്ടി ഇസ്ലാമിക സാമ്രാജ്യത്തിൻ്റെ ഖലീഫയെ ഇങ്ങനെ പ്രതീക്ഷിച്ച് നിൽക്കുകയാണ്. അവിടേക്കാണ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു തൻ്റെ ഭൃത്യൻ്റെ കൂടെ വരുന്നത്. ഫലസ്തീനിൽ എത്താൻ നേരത്ത് ഊഴം കിട്ടിയത് ഭൃത്യനാ, ഒട്ടകപ്പുറത്തിരിക്കാൻ. അപ്പോൾ ഭൃത്യൻ പറഞ്ഞു, ഇനി ഞാൻ ഒട്ടകപ്പുറത്തിരിക്കുന്നത് ശരിയല്ല, നിങ്ങൾ ഒട്ടകപ്പുറത്തിരുന്നോ, കാരണം നമ്മൾ സമൂഹത്തെ ഫേസ് ചെയ്യാൻ പോവല്ലേ. അപ്പോൾ ഉമറിൻ്റെ ചോദ്യം, ഇപ്പോൾ ഊഴം ആരുടേതാണ്, അവസരം ആരുടേതാണ്, നിൻ്റേതോ എൻ്റേതോ? ഭൃത്യൻ പറഞ്ഞു, എൻ്റേതാണ് അവസരം. എങ്കിൽ നിന്റെ അവസരം നീ പൂർത്തിയാക്കുക. അദ്ദേഹം വരുന്നു എന്ന വിവരം അറിഞ്ഞ് ഫലസ്തീനിലെ ജനങ്ങൾ അദ്ദേഹത്തെ സ്വീകരിക്കാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ്. അപ്പോഴാണ് ഒരു പരിക്കൻ പുതപ്പ് പുതച്ചിട്ട് ഒരു വ്യക്തി വരുന്നത്. അദ്ദേഹത്തോട് ആളുകൾ ചോദിച്ചു, മദീനയിൽ നിന്ന് ഫലസ്തീനിലേക്ക് വരുന്ന ഇസ്ലാമിക സാമ്രാജ്യത്തിൻ്റെ അധിപൻ ഖലീഫ ഉമറിനെ നിങ്ങൾ വഴിയിൽ വെച്ച് എവിടെയെങ്കിലും കണ്ടോ? പറഞ്ഞു, അദ്ദേഹം കുറേ മുന്നോട്ടെത്തിയല്ലോ. അദ്ദേഹം കുറേ മുന്നോട്ടെത്തി, ഈലിയ എന്ന സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട് അദ്ദേഹം. അപ്പോൾ ആളുകൾ ഒന്നായിട്ട് ഇളകിയിട്ട് ഈ സ്ഥലത്തേക്ക് പോവാണ് അദ്ദേഹത്തെ അന്വേഷിച്ച്. അപ്പോൾ ആളുകൾ പറഞ്ഞു, നിങ്ങൾ അന്വേഷിക്കുന്ന ഖലീഫ ദാ മുന്നോട്ട് പോയി. അവർ തേടിപ്പിടിച്ച് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ അരികിലെത്തുമ്പോൾ നേരത്തെ കണ്ട ആ പരിക്കൻ പുതപ്പ് പുതച്ച് നടന്നു വരുന്ന അദ്ദേഹമാണ് ഖലീഫ എന്ന് ബോധ്യപ്പെടുകയാണ്. ആലോചിച്ച് നോക്കി, സ്വന്തം ജനത അവിടെ ഭരണാധികാരികളെ കണ്ട കാഴ്ചയുണ്ട്, അവിടെ മതപുരോഹിതന്മാർ കാണുന്നൊരു കാഴ്ചയുണ്ട്. ഇത് വന്നതൊരു നാടൻ അറബിയുടെ വേഷത്തിൽ. സർവ്വസൈന്യാധിപൻ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു അത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ഉമർലാന്റെ ഈ വേഷവും വരവും ഇഷ്ടപ്പെട്ടില്ല. അദ്ദേഹം എല്ലാം കൂട്ടിക്കൊണ്ടുപോയിട്ട് പറഞ്ഞു, നോക്ക്, നമ്മളെ സ്വീകരിക്കാൻ നിൽക്കുന്ന ക്രൈസ്തവ പുരോഹിതന്മാരുടെ വേഷവിധാനങ്ങളൊന്നും ശ്രദ്ധിച്ചു നോക്ക്, അവിടെ മുമ്പിലേക്കാണ് നമ്മൾ ചെല്ലുന്നത്. അതിന് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു കൊടുത്ത മറുപടി എന്താ? നമ്മൾ ഏറ്റവും മോശക്കാരായ ജനതയായിരുന്നു. നഹനു ഖൗമുൻ അദില്ലാ ഫഅഅസ്സന അല്ലാഹു ബിൽ ഇസ്ലാം ഫമഹമാ ഇബ്തഗൈനാ അൽ ഇസ്സത ബിഗൈരിൽ ഇസ്ലാം അദല്ലന അല്ലാഹ്. നമ്മൾ ഏറ്റവും മോശമായ ഒരു സമൂഹമായിരുന്നു. അള്ളാഹു ഇസ്ലാമിനെ കൊണ്ട് നമ്മളെ ഇസ്സത്തുള്ളവരാക്കി. ഇനി നമ്മൾ മറ്റു വല്ലതിലുമാണ് ഇസ്സത്ത് തേടുന്നതെങ്കിൽ അള്ളാഹു നമ്മളെ നിന്ദ്യരാക്കും. അല്ലേ? നല്ല വേഷങ്ങളൊക്കെ ഇട്ടാൽ ആളുകൾക്കിടയിൽ നമുക്ക് അംഗീകാരം ഉണ്ടാവുമെന്നാണ് നമുക്ക് തോന്നണമെങ്കിൽ ആ അംഗീകാരം വളരെ പെട്ടെന്ന് നഷ്ടപ്പെടും. നമ്മൾക്ക് ഇസ്സത്ത് അള്ളാഹുവിന്റെ ദീനാണ്. എല്ലാവരും കല്ല് കരട് കാഞ്ഞിരക്കുറ്റി മുതൽ മുള്ളുമുരട് മുറുക്കൻ പാമ്പിനെ വരെ ആരാധിക്കുമ്പോൾ, സൃഷ്ടികൾക്ക് മുമ്പിൽ ഇബാദത്ത് നിർവഹിക്കുമ്പോൾ, സഷ്ടാവിന്റെ മുമ്പിൽ ഇബാദത്ത് നിർവഹിക്കുന്ന നമുക്കാണ് തലയുയർത്തി പിടിച്ച് നിൽക്കാനുള്ള ഇസ്സത്ത് അല്ലാഹു നൽകിയത്. അല്ലെ? അത് വേഷം കൊണ്ടല്ല, അത് വിശ്വാസം കൊണ്ടും നിലപാട് കൊണ്ടുമാണ് ഇസ്സത്ത്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു കണ്ടപ്പോൾ പാതിരിമാർ പറഞ്ഞു, ഇതാണ് ഞങ്ങളുടെ വേദങ്ങളിൽ പറഞ്ഞ അടയാളമുള്ള ഒരു വ്യക്തി, ഇദ്ദേഹത്തിന് ഞങ്ങൾ ബൈത്തുൽ മുഖദ്ദസിന്റെ താക്കോല് കൈമാറും. അങ്ങനെയാണ് ബൈത്തുൽ മുഖദ്ദസ് മുസ്ലിങ്ങളുടെ കൈവശം വരുന്നത്. ഈ വിധത്തിൽ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിന് ചെയ്ത സേവനങ്ങൾ അനവധി നിരവധിയാണ്. ഒരുപാട് ചേർത്ത് പറയാനുണ്ട്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ അവസാന കാലത്ത് കുത്തേറ്റ് കിടക്കുന്ന സന്ദർഭത്തിൽ മുഗീറത്ത് ബിൻ ശുഅബ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ സമീപിച്ചുകൊണ്ട് പറഞ്ഞു, അങ്ങയുടെ മകൻ അബ്ദുല്ലാഹി ഇബ്നു ഉമറിനെ അങ്ങ് ഖലീഫയായി പ്രഖ്യാപിക്കണം. അദ്ദേഹം മുഗീറത്ത് ബിൻ ശുഅബ റളിയല്ലാഹു അൻഹു മുഖത്തേക്കൊന്ന് തുറിച്ചു നോക്കി. എന്നിട്ട് പറഞ്ഞു, ഖിലാഫത്ത് കൊണ്ട് ഉമറിന്റെ കുടുംബത്തിന് വല്ല നേട്ടമുണ്ടെങ്കിൽ ആ നേട്ടം എന്നോടുകൂടി അവസാനിപ്പിക്കണം. ഞാൻ ഖലീഫയില്ലേ, അങ്ങനെയൊക്കെയുള്ള നേട്ടം മതി. ഇനി ഖിലാഫത്ത് ദോഷമാണെങ്കിൽ ആ ദോഷം ഇനി എൻ്റെ കുടുംബത്തിന് വേണ്ട എന്ന് പറഞ്ഞിട്ട് അധികാരത്തെക്കുറിച്ചുള്ള മോഹം തന്നെ അദ്ദേഹത്തിന് മനസ്സിൽ വന്നില്ല. ഒരു അധികാരമോഹം, ഒരു സ്ഥാനമോഹം അദ്ദേഹത്തിന് മനസ്സിലുണ്ടായിട്ടില്ല. ഒരിക്കൽ അദ്ദേഹം മദീനയിലെ ആളുകൾ കൂടി നിൽക്കുന്ന സമയത്ത് മദീന പള്ളിയുടെ മെമ്പറിൽ കയറിയിട്ട് രണ്ട് വാക്കേ പറഞ്ഞുള്ളൂ. മക്കയുടെ തെരുവുകളിൽ, മക്കയുടെ മലഞ്ചെരുവുകളിൽ ആടിനെ മേയ്ച്ച് നടന്നവനാണ് ഉമർ, കച്ചവടം ചെയ്ത് ജീവിച്ചവനാണ് ഉമർ എന്നും പറഞ്ഞ് മെമ്പർമെന്ന് താഴേക്ക് ഇറങ്ങി.
അപ്പോൾ ആൾക്കാർ ചോദിച്ചു, ഇതിപ്പോൾ എന്താ ഇങ്ങനെ? ഒന്നുമില്ല, എനിക്കിങ്ങനെ ചെറിയൊരു വലുതായോന്നൊരു തോന്നൽ എൻ്റെ ഉള്ളിലേ, ഞാൻ ഖലീഫയാണല്ലോ, ഒരു വലിപ്പത്തരം തോന്നി. അപ്പം അങ്ങനെ വലിപ്പത്തരം തോന്നണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ മിമ്പറിൽ കയറി നിങ്ങളൊക്കെ കേൾക്കെ എന്നെ ഒന്ന് ചെറുതാക്കിയത്. ചെറുതാവാൻ പറ്റുന്നിടത്തോളം അദ്ദേഹം ചെറുതായി, വിനയം കാണിക്കാൻ പറ്റുന്നിടത്തോളം അദ്ദേഹം വിനയാന്യതരായി. മുഗീറത്ത് ബിൻ ശുഅബ റളിയല്ലാഹു അൻഹുവിൻ്റെ അടിമയായിരുന്ന അബൂ ലുഅ്ലു അൽ മജൂസി, അദ്ദേഹമാണ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിനെ കുത്തി പരിക്കേൽപ്പിച്ചത്. തൻ്റെ ആവശ്യം ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അംഗീകരിച്ചു കൊടുത്തില്ല. മദീനയിൽ ഇനി മുതൽക്ക് മദീനക്കാരല്ലാത്ത ഭൃത്യന്മാർ ഉണ്ടാവേണ്ടതില്ല എന്ന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്തെ ഒരു ഭരണ നിയമം മുഗീറത്ത് ബിൻ ശുഅബ എന്ന് പറയുന്ന സഹാബിക്ക് പ്രത്യേകമായി അതിൽ ചില നീക്കുപോക്കുകൾ, ഇളവുകൾ നൽകുകയാണ്. കാരണം മുഗീറത്ത് ബിൻ ശുഅബ റളിയല്ലാഹു അൻഹു ഇസ്ലാമിന് വേണ്ടി സേവനം ചെയ്ത ഒരു വലിയ സഹാബിയാണ്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അടിമ വൃത്തിയിൽ അവിടെ നിൽക്കട്ടെ എന്ന് വിചാരിച്ചു. പക്ഷെ അത് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു തന്നെ ബലിയാവാണ്. വിഷം പുരട്ടി ആയുധം ഉപയോഗിച്ച് അദ്ദേഹം സുബഹി നമസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് കയറി ആ മിഹ്റാബിലേക്കാണ് കയറുമ്പോഴാണ് ഒളിച്ചു നിന്നിരുന്ന മുഗീറത്ത് ബിൻ ശുഅബ റളിയല്ലാഹു അൻഹുവിൻ്റെ അടിമ അദ്ദേഹത്തെ കുത്തി പരിക്കേൽപ്പിച്ചത്. കണ്ടിരുന്ന സഹാബിമാർ പിടിക്കാൻ ചെന്നു. അവരിൽ പലരും കുത്തേറ്റ് മരണപ്പെട്ടു. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് മാരകമായ പരിക്കേറ്റു. രക്ഷപ്പെടാൻ പറ്റാത്ത വിധം വിഷം പുരട്ടി ആയുധമായിരുന്നു ഈ ചങ്ങാതി ഉപയോഗിച്ചത്. ആ സമയത്തും അദ്ദേഹം നൽകുന്ന ചില ഉപദേശങ്ങളുണ്ട്. ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് ഇങ്ങനെ അല്പം തുണിയൊക്കെ ഇങ്ങനെ താഴേക്ക് ഊർന്നു ഇറങ്ങിയപ്പോൾ കുത്തേറ്റ് കിടക്കുന്ന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ചൂണ്ടിക്കാണിച്ചിട്ട് ആ തുണി പൊക്കാൻ പറയണം. അല്ലേ, ഇന്നത്തെ ചെറുപ്പക്കാരുടെ പാൻ്റ് എന്താ? ആൺകുട്ടിയുടെ പാൻ്റ് ഇങ്ങനെ താഴേക്ക് അല്ലേ, പഴയ ബെൽബോട്ടം പാൻറ്റിൻ്റെ ആ സംസ്കാരത്തിലേക്ക് വന്നിട്ടുണ്ട്. പെൺകുട്ടികളെ പാൻറ്റ് മേപ്പെട്ട് നേരെ തിരിച്ചല്ലേ ഇത് ഉണ്ടാവേണ്ടത്. പെൺകുട്ടിയുടെ താഴത്തേക്ക് ഇറങ്ങണം, ആൺകുട്ടികളുടെ നെരിയാണിയുടെ മുകളിൽ വരണം. എന്തായാലും നെരിയാണിയുടെ താഴെ പോകാൻ പാടില്ലല്ലോ. കുത്തേറ്റ് കിടക്കുമ്പോൾ പോലും ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു തൻ്റെ അംറും ബിൽ മഅറൂഫ് വനഹ്യുൻ അനിൽ മുൻകർ എന്ന് പറയുന്ന ഉത്തരവാദിത്തം നിർവഹിക്കുകയായിരുന്നു. മരണാസന്നനായ അദ്ദേഹം ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് കത്തയച്ചു. എൻ്റെ 2 കൂട്ടുകാരുടെ കൂടെ തൊട്ടടുത്ത് എനിക്കും ഒരു ഖബറിടം ഒരുക്കാൻ നിങ്ങൾ അനുവദിക്കുമോ? മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും അബൂബക്കർ റളിയല്ലാഹുവിൻ്റെയും കൂടെ എനിക്കും ഒരു ഖബറിടം ഒരുക്കാൻ ആയിഷ റളിയല്ലാഹു അൻഹ സമ്മതിക്കോ? ആയിഷ റളിയല്ലാഹുവിൻ്റെ വീട്ടിലാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറവ് ചെയ്തത്. പിതാവ് മരിച്ചപ്പോഴും അവിടെ തന്നെ മറവ് ചെയ്തു. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, അത് ഞാൻ എനിക്ക് വേണ്ടി കണ്ട സ്ഥലമായിരുന്നു. ഞാൻ മരിച്ചാൽ എന്നെ മറവ് ചെയ്യാൻ വേണ്ടി കണ്ട സ്ഥലമായിരുന്നു. ഇനി ഖലീഫ ചോദിച്ചതല്ലേ, ഞാൻ തരാം. ആ വിവരം ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ചെവിയിലെത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഖലീഫ എന്ന നിലയ്ക്ക് എനിക്ക് വേണ്ട. ഒരു ഉമർ, ഞാൻ സ്നേഹിച്ച എൻ്റെ കൂട്ടുകാരുടെ കൂടെ എനിക്കൊന്ന് അന്തിയുറങ്ങാൻ ഖലീഫ എന്ന നിലക്കല്ല, ഒരു പൗരൻ, ഒരു സാധാരണ മനുഷ്യൻ എന്ന നിലക്കാണ് ഞാൻ അന്വേഷിക്കുന്നത്. ആയിഷ റളിയല്ലാഹു അൻഹു സമ്മതിക്കുകയും ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീടിനകത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെയും ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെയും ചാരത്ത് അദ്ദേഹത്തെയും മറവ് ചെയ്തു. 10 വർഷവും 6 മാസവും 4 ദിവസവും നീണ്ടുനിന്ന ചരിത്രത്തിൻ്റെ ലിപികളാൽ രേഖപ്പെടുത്തപ്പെട്ട ആ ഭരണം അവിടെ അവസാനിക്കുകയാണ്. മരിക്കുന്നതിന് മുമ്പ് അദ്ദേഹം ചില ഉപദേശങ്ങൾ നൽകുന്നുണ്ട്. 6 അംഗ സമിതിയെ തെരഞ്ഞെടുത്തു അടുത്ത ഖലീഫയെ നിശ്ചയിക്കാൻ. ഇവരിൽ ഭൂരിപക്ഷം ആരെയാണോ അഭിപ്രായപ്പെടുന്നത് അവർ ഭരണാധികാരിയാവണം, ഖലീഫയാവണം. എൻ്റെ മകന് ഖിലാഫത്ത് നൽകരുത്. 6 അംഗ സമിതിയിൽ അദ്ദേഹത്തെയും ഉൾപ്പെടുത്തി. തുല്യമായി വന്നാൽ അബ്ദുള്ളയുടെ അഭിപ്രായം അനുസരിച്ച് തീരുമാനങ്ങൾ എടുക്കാം എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം ഈ ലോകം വിട്ടുപോകുന്നത്. കാല ചന്തയിലെ പോക്കരിയായിരുന്ന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് കടന്നു വന്നപ്പോൾ ഇസ്ലാമിൻ്റെ വളർച്ചയ്ക്ക് അതുണ്ടാക്കിയിട്ടുള്ള ആവേഗം, അതുണ്ടാക്കിയിട്ടുള്ള സ്പീഡ്, അതുണ്ടാക്കിയിട്ടുള്ള കരുത്ത് നമ്മുടെ സാന്നിധ്യം കൊണ്ട് നമ്മുടെ മഹല്ലുകളിൽ ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് ഇത്തരണത്തിൽ നമ്മൾ അന്വേഷിക്കണം. നമ്മുടെയൊക്കെ പ്രദേശങ്ങളിൽ നമ്മളൊരു ഉമറായില്ലെങ്കിലും ഉമറിൻ്റെ ചരിത്രം ഉൾക്കൊള്ളുന്ന ആളുകളായിട്ടെങ്കിലും മാറണം. ഫിറഔനെ ചോദ്യം ചെയ്തൊരു മൂസയാകാൻ നമുക്ക് പറ്റിയില്ലെങ്കിലും
വിശ്വാസപരമായി മൂസയുടെ ചരിത്രത്തെ പിൻപറ്റുന്ന ആളുകളായി നമ്മൾ മാറണം. നമ്രൂദിനെ ചോദ്യം ചെയ്ത ഇബ്രാഹിം ആവാൻ നമുക്ക് സാധിച്ചില്ലെങ്കിലും ഇബ്രാഹിം ഈ മില്ലത്തിനെ ആദരിക്കുന്നവരായി മാറാൻ നമുക്ക് സാധിക്കണം. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ആ മാതൃകയെ പിൻപറ്റി അവനവൻ്റെ നാട്ടിൽ പരിഷ്കരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ സൃഷ്ടിച്ച, ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച, ആവശ്യമായ എല്ലാ അനുഗ്രഹങ്ങളും തന്ന നമ്മളോട് നാം നിങ്ങൾക്ക് നൽകിയതിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കണം എന്ന് പറഞ്ഞ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നമ്മൾ വല്ലതും കൊടുത്താൽ കടമായിട്ട് സ്വീകരിക്കുന്ന പറയണത്. നമ്മൾ സൃഷ്ടിച്ചത് അള്ളാഹുവാണ്, ഈ പ്രപഞ്ചം സൃഷ്ടിച്ച അള്ളാഹുവാണ്. നമ്മുടെ കയ്യിൽ വല്ലതും ഉണ്ടെങ്കിൽ, ഇപ്പം നമ്മുടെയൊക്കെ പേരിൽ ആധാരം ഉണ്ടാവുമല്ലോ, കച്ചവട സ്ഥാപനങ്ങളും ബിസിനസ് സ്ഥാപനങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. പോന്നപ്പോൾ നമ്മളൊന്നും കൊണ്ടുവന്നിട്ടില്ല, ഇനി പോകുമ്പോൾ ഒന്നും കൊണ്ടുപോകില്ല. തന്നതൊക്കെയും അള്ളാഹുവാണ്. വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ. അതേ റബ്ബ് നമ്മളോട് പറയണം, നിങ്ങൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കടമായി വല്ലതും നൽകിയാൽ അള്ളാഹ് അതിനെ ഇരട്ടി ഇരട്ടിയായിട്ട് തിരിച്ചു തരും. അതുകൊണ്ട് ദഅവത്ത് രംഗത്ത് സ്വന്തം സമ്പത്ത് കൊണ്ടും ശരീരം കൊണ്ടും ജിഹാദിന് തയ്യാറാവുക. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വിട്ടേച്ചു പോയ ഒരു ചരിത്രത്തിൻ്റെ കൂടെ നിന്ന് ദീനീ സേവനത്തിന് മുമ്പിൽ നിൽക്കുക. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മളിൽ വന്നുപോയിട്ടുള്ള പാളിച്ചകൾ, തെറ്റുകുറ്റങ്ങൾ അള്ളാഹു നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരട്ടെ. നമ്മുടെ കൂട്ടത്തിൽ രോഗികളായ ആളുകൾക്ക് അള്ളാഹു പൂർണ്ണമായ ശിഫയും ആഫിയത്തും നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ദീനീ ദഅവത്ത് സജീവമായി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഈമാനികമായ കരുത്ത്, സന്നദ്ധത അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിൽ ഹജാത്ത്. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين 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 برحمتك يا أرحم الراحمين والحمد لله رب العالمين. اللهم صل وسلم على نبينا محمد.